നമസ്കാരം. നവകേരള സദസ്സിന് ശേഷമുള്ള പ്രധാന രാഷ്ട്രീയ ചർച്ച പരിപാടി കൊണ്ട് ആർക്ക് രാഷ്ട്രീയ നേട്ടമുണ്ടായി എന്നതാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് എല്ലാ മണ്ഡലങ്ങളിലെയും ജനങ്ങളെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും നേരിട്ട് കാണുക വഴി പുത്തൻ ഉണർവാണ് ഇടതുമുന്നണി പ്രതീക്ഷിച്ചത്. നിയമസഭാ മണ്ഡലം തലത്തിൽ LDF-ന് സംഘടനാപരമായ ഊർജ്ജം നൽകിയെങ്കിലും തുടക്കം മുതലുണ്ടായ വിവാദങ്ങൾ സദസ്സിന്റെ ശോഭ കെടുത്തി. സദസ്സ് ബഹിഷ്കരിച്ച പ്രതിപക്ഷത്തിന് പ്രതിഷേധക്കാരെ പോലീസും DYFI-ക്കാരും മർദ്ദിച്ചൊതുക്കിയത് വീര്യം നൽകി. സദസ്സ് തിരുവനന്തപുരത്തേക്ക് പ്രവേശിച്ചതോടെ കോൺഗ്രസ് ഒരു സമര സംഘടനയായി മാറുന്നതും കണ്ടു. DGP ഓഫീസ് മാർച്ചിലെ സംഘർഷങ്ങളുടെ പേരിൽ കെ സുധാകരനെയും VD സതീശനെയും ഒന്നും രണ്ടും പ്രതികളാക്കി കേസെടുത്തിട്ടുണ്ട് പോലീസ്. MLA-മാർക്കും MP-മാർക്കുമെതിരെ പോലീസ് മർദ്ദനം ആരോപിച്ച് സഭകളിൽ പ്രിവിലേജ് മോഷൻ കൊണ്ടുവരാനാണ് കോൺഗ്രസിന്റെ നീക്കം. ഇന്ന് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നു. ഹിറ്റാണോ ഫ്ലോപ്പാണോ നവകേരള സദസ്സ്? നവകേരള സദസ്സ് രാഷ്ട്രീയ മുന്നേറ്റമായോ? പ്രതിപക്ഷത്തിന് പുത്തൻ വീര്യം സമ്മാനിച്ചോ? മർദ്ദനവും കേസും ശോഭ കെടുത്തിയോ? ഈ ചർച്ചയിൽ ശ്രീ KT കുഞ്ഞിക്കണ്ണൻ CPM, ശ്രീ M ലിജു കോൺഗ്രസ്, ശ്രീ യുവരാജ് ഗോകുൽ BJP എന്നിവർ ചർച്ചയിലേക്ക്. ആദ്യം ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, നമ്മളിപ്പോൾ നവകേരള സദസ്സ് കഴിഞ്ഞ് അതിന്റെ ഒരു കണക്കെടുപ്പ് നടത്തിയാൽ അവസാന ലെഗ് ആകുമ്പോഴേക്ക് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിപക്ഷം വലിയ തോതിൽ വീര്യം സംഭരിക്കുന്നതും അതവർ പ്രതിഫലിപ്പിക്കുന്നതും ഒക്കെ കണ്ടു. യഥാർത്ഥത്തിൽ പ്രതിപക്ഷത്തെ ഒന്ന് ഉണർത്താൻ വേണ്ടി, ഉഷാറാക്കാൻ വേണ്ടിയിട്ടും ആയിരുന്നോ നവകേരള സദസ്സ്? അഭിലാഷ്, ഈ കേരളത്തിൻ്റെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ സംഭവങ്ങളെയും സാമൂഹ്യ ചലനങ്ങളെയൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടാണോ ഈ ഒരു നിരീക്ഷണം ഒരു ചോദ്യമായി എന്നോട് ഉന്നയിക്കുന്നത്? അഭിലാഷേ, UDF എന്ന് പറയുന്നത് കോൺഗ്രസ് മാത്രമായി ഒതുങ്ങി എന്നതാണ് നവകേരള സദസ്സ് സമാപിക്കുമ്പോൾ കേരളം കാണുന്നത്. കോൺഗ്രസ്സുകാരല്ലാത്ത മറ്റാരെങ്കിലും നവകേരള സദസ്സും മന്ത്രിമാരുടെ മണ്ഡലങ്ങൾ തോറും ചെന്നുകൊണ്ട് ജനങ്ങളിൽ നിന്ന് പരാതി സ്വീകരിക്കുന്നതും ഈ സർക്കാർ നടത്തിയ കാര്യങ്ങളെയും ഇനി നടത്താനിരിക്കുന്ന കാര്യങ്ങളെയും അതിന് പ്രതിസന്ധിയായി നിൽക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ നിഷേധാത്മകമായ സാമ്പത്തിക ഉപരോധം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെയും കൃത്യമായി വിശദീകരിച്ചു. ആ വിശദീകരണം എന്താണ്? ഇവിടെ കോൺഗ്രസ്സുകാരും BJP-ക്കാരും ഒന്ന് ചേർന്നുകൊണ്ട് ഇതാ കേരളത്തിൽ പെൻഷൻ നിന്നു, കേരളത്തിൽ ഉച്ചക്കഞ്ഞിയില്ല എന്നൊക്കെ നടത്തുന്ന പ്രചരണങ്ങൾ തുറന്നു കാണിച്ചു. കേന്ദ്രാവിഷ്കൃത പദ്ധതികളിലെല്ലാം ഗ്രാൻറ്റുകൾ വെട്ടിക്കുറക്കുകയും ചെലവാക്കിയ പണം കുടിശ്ശികയാക്കി തരാതിരിക്കുകയും അങ്ങനെ അങ്ങേയറ്റം നിഷേധാത്മകമായ കടുത്ത കേന്ദ്ര നിലപാടുകളെ കേരളീയ സമൂഹത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു. അങ്ങനെ കൊണ്ടുവന്നപ്പോഴാണ് കേന്ദ്ര സർക്കാരിൻ്റെ മുഖ്യ നേതൃത്വമായിരിക്കുന്ന BJP-ക്കാരും ഇവിടുത്തെ മുഖ്യ പ്രതിപക്ഷമായിരിക്കുന്ന കോൺഗ്രസ്സുകാരും ഒന്നിച്ച് നിന്ന് ബഹളം വെക്കാൻ തുടങ്ങിയത്, ഒന്നിച്ച് നിന്ന് കലാപങ്ങൾ ഉണ്ടാക്കാനുള്ള ആസൂത്രിതമായ നീക്കങ്ങൾ നടത്തിയത്, ഗവർണറെ അഴിച്ചുവിട്ടുകൊണ്ട് ഭരണഘടനാ വിരുദ്ധമായ പ്രവർത്തനങ്ങൾ, തെരുവിലിറങ്ങിയ ഒരു ഗുണ്ടയെപ്പോലെ ഗവർണർ പെരുമാറുന്ന അടക്കമുള്ള സംഭവങ്ങൾ ഉണ്ടാക്കിയത്. ഇതെല്ലാം തന്നെ ഇവിടുത്തെ വലതുപക്ഷ രാഷ്ട്രീയം എത്ര ദയനീയമായ, എത്ര അപഹാസ്യമായ ഒരു പ്രതിരോധത്തിലാണ് എത്തിയിരിക്കുന്നത് എന്നാണ് കഴിഞ്ഞ ഈ നവകേരള സദസ്സിന്റെ സമാപന പശ്ചാത്തലത്തിൽ നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. കേന്ദ്ര സർക്കാരിന്റെ നിഷേധാത്മകമായ സമീപനത്തിനെതിരായിട്ട് കേന്ദ്ര സർക്കാരിന്റെ നിഷേധാത്മകമായ സമീപനങ്ങൾ ജനങ്ങളോട് വിശദീകരിക്കാൻ കഴിഞ്ഞു എന്ന ആത്മവിശ്വാസമുണ്ട്. പക്ഷേ പൊളിറ്റിക്കൽ നറേറ്റീവിൽ ഇപ്പോൾ ആരാണ് മുന്നിൽ നിൽക്കുന്നത് എന്നുള്ള ഒരു പരിശോധന നമ്മൾ നടത്തേണ്ടി വരും. ശ്രീ M ലിജു, ഇവിടെ CPM പറയുന്നത് ജനങ്ങളെ നേരിട്ട് കാണുക, ജനങ്ങളോട് സംവദിക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. അതിപ്പോൾ സംവാദം എന്ന് പറഞ്ഞാൽ ചോദ്യോത്തരം എന്നുള്ള നിലയ്ക്ക് വേണ്ട, എല്ലായിടത്തും വലിയ ജനക്കൂട്ടം ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രിയും മന്ത്രിമാരും അവരുടെ പ്രസംഗങ്ങൾ ജനങ്ങളോടായി നടത്തുന്നു. അപ്പോൾ സാധാരണ നിലയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞു എന്ന ആത്മവിശ്വാസത്തിലാണ് ഈ നവകേരള സദസ്സ് ഇന്നലെ അവസാനിച്ചതെങ്കിലോ? അഭിലാഷ്, ജനാധിപത്യം എന്നത് നമ്മൾ സാധാരണ ഇന്ത്യൻ പാർലമെന്റിനെ കുറിച്ച് തന്നെ പറയും, ഡിസ്കഷൻ, ഡിബേറ്റ് ആൻഡ് ഡിസെൻറ്റ്. ഇതാണ് ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാനം. നമുക്ക് ചർച്ചകൾ വേണം, സംവാദങ്ങൾ, വ്യത്യസ്തമായ ഭിന്നമായ അഭിപ്രായങ്ങൾ വേണം, വിയോജിപ്പ് വേണം. അതാണ് ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാനം. ഇവിടെ ജനങ്ങളുമായി സംവദിക്കാൻ എന്ന് പറഞ്ഞ് രംഗത്തിറങ്ങുന്ന ഈ മുഖ്യമന്ത്രി 20 മന്ത്രിമാരുമായി രംഗത്തിറങ്ങി. വിയോജിപ്പിൻ്റെ ഒരു കരിങ്കൊടിയോട് പോലും ഇദ്ദേഹത്തിന് അസഹിഷ്ണുതയാണ്. ഈ ഒരു നവകേരള സദസ് അവസാനിപ്പിച്ച് കഴിഞ്ഞപ്പോൾ ഒരിക്കൽ കൂടി വ്യക്തമാകുന്നത് മുഖ്യമന്ത്രിയുടെ ക്രിമിനൽ മനസ്സും അദ്ദേഹത്തിന് വിമർശനങ്ങളോടുള്ള അസഹിഷ്ണുത, മാധ്യമങ്ങളോടുള്ള അസഹിഷ്ണുത, ജനങ്ങളോടുള്ള അസഹിഷ്ണുത, ഇതാണ് ഈ നവകേരള സദസ്സിൽ ഏറ്റവും കൃത്യമായി വ്യക്തമാകുന്നത്. ജനങ്ങളുടെ നിവേദനം സ്വീകരിക്കാനാണ്, പരാതി കേൾക്കാനാണ് എന്ന് പറഞ്ഞ് രംഗത്തിറങ്ങുന്ന ഒരു മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ കോട്ടയത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ അവിടുത്തെ റബ്ബർ കർഷകരുടെ പ്രശ്നത്തെക്കുറിച്ച് കോട്ടയം MP-യുടെ വിമർശനം പോലും, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നിവേദനം പോലും അദ്ദേഹത്തിന് സഹിക്കാൻ സാധിക്കുന്നില്ല. അദ്ദേഹത്തെ അപമാനിച്ച് അവിടെ ഇരുത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്.
ഉമ്മൻചാണ്ടി സാറിൻ്റെ നേതൃത്വത്തിൽ ജനസമ്പർക്ക പരിപാടി നടത്തി. ജനങ്ങളിൽ നിന്ന് അപേക്ഷ വാങ്ങി പരമാവധി അപേക്ഷകൾ അപ്പോൾ തന്നെ തീർപ്പ് കൽപ്പിച്ചു. അത് പരിഹാരങ്ങളുണ്ടാക്കി ജനങ്ങൾക്ക് ആശ്വാസം പകർന്നു. ഇവിടെ മന്ത്രിമാരും മുഖ്യമന്ത്രിയും മുഴുവൻ മന്ത്രിമാരും സദസ്സിലിരിക്കും. മുഖ്യമന്ത്രിയുടെ ഏകപക്ഷീയമായ പ്രസംഗം, ജനങ്ങളുടെ നിവേദനങ്ങൾ അവിടെ കൗണ്ടറിൽ വാങ്ങുന്നു, ബ്യൂറോക്രസിയിലെ ഉദ്യോഗസ്ഥ സംവിധാനങ്ങളിലേക്ക് പോകുന്നു. ഇതല്ലേ നടന്നത്? ഇത് ജനങ്ങളുടെ ഏത് പ്രശ്നത്തിനാണ് പരിഹാരം ഉണ്ടാക്കിയത്? അപ്പോൾ ഇവിടെ നടന്നത് ഇടതുമുന്നണി എന്ന് ഞാൻ പറയാൻ കാരണം ലെഫ്റ്റ് എന്ന പദം ഇവരുടെ LDFനകത്ത് ഉപയോഗിച്ചിരിക്കുന്നു എന്നുള്ളത് മാത്രമാണ്. ലെഫ്റ്റ് എന്നൊരു സെൻസിൽ ഒരിക്കലും ഉപയോഗിക്കാൻ പറ്റുന്ന ആളുകളല്ല ഇവർ. പോട്ടെ, CPM നേതൃത്വം നൽകുന്ന മുന്നണിക്ക് തിരഞ്ഞെടുപ്പിന് മുമ്പാകെ സർക്കാരിൻ്റെ ചിലവിൽ, ജനങ്ങളുടെ ചിലവിൽ ഒരു തിരഞ്ഞെടുപ്പ് പ്രചരണം നടത്താൻ സാധിച്ചു. ഇവരുടെ പാർട്ടി മെഷീനറി ഉപയോഗിച്ച് ജനങ്ങളെ ബസ്സിലും ലോറിയിലും വാഹനങ്ങളിലും അവിടെ എത്തിച്ചു. CPM പാർട്ടി പ്രവർത്തകരെ എത്തിച്ചു. കുടുംബശ്രീ പോലെയുള്ള സ്ഥാപനങ്ങളിൽ അങ്ങനെയുള്ള സംവിധാനങ്ങളിൽപ്പെട്ടവരെ നിർബന്ധ ബുദ്ധിയായി എത്തിച്ചു. ഇപ്പം തന്നെ ഞാനിപ്പോൾ ഇന്ന് തൊട്ട് മുമ്പ് ചർച്ചയിൽ കയറാൻ നിൽക്കുമ്പോൾ ഒരു ഓട്ടോറിക്ഷ സ്റ്റാൻഡിൽ ഓട്ടോറിക്ഷ തൊഴിലാളിയെ ഒരു വനിതയുടെ പരാതി നിങ്ങൾ സ്ക്രോൾ ചെയ്യുന്നുണ്ടായിരുന്നു. അവരെ ഇവരുടെ ഈ സദസ്സിലെത്താത്തതുകൊണ്ട് അവരെ വണ്ടി ഓടിക്കാൻ CATUക്കാർ സമ്മതിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ഭീഷണിപ്പെടുത്തി തൊഴിലുറപ്പ് തൊഴിലാളികളെ ഇവരവിടെ എത്തിച്ചു. പിന്നെ ആളുകളോട് പറഞ്ഞു ഇതിന് ചെന്ന് കഴിഞ്ഞാൽ ഈ ജനസമ്പർക്ക പരിപാടി പോലെ ആശ്വാസം പകരുമെന്ന് പറഞ്ഞ് അങ്ങനെ നിവേദനം ചേർക്കാനും കുറേ ആളുകൾ എത്തിച്ചു. ഇതിനപ്പുറത്ത് ജനങ്ങൾക്ക് ആശ്വാസം പകരുന്ന ഒരു പരിപാടി ഇവിടെ ഉണ്ടായില്ല. ഇവർക്ക് സർക്കാർ ചിലവരുടെ തെരഞ്ഞെടുപ്പ് പര്യടനം നടത്താൻ സാധിച്ചു. കൂടാതെ ഇതിലെ ഏറ്റവും ഹൈലൈറ്റ് കേരളം ബംഗാളിലേക്കുള്ള പാതയിലാണെന്ന് വ്യക്തമാക്കി. CPMൻ്റെ ഗുണ്ടായിസം എങ്ങനെയാണോ നന്ദിഗ്രാമിലും സിംഗൂരിലുമൊക്കെ തന്നെ മോട്ടോർ ബൈക്കുകൾ നടന്ന ഗുണ്ടാ സംഘങ്ങൾ പ്രതിഷേധക്കാരെ അഭിപ്രായ വ്യത്യാസം പ്രകടിപ്പിക്കുന്നവരെ ആക്രമിച്ചോ, അതുപോലെ മുഖ്യമന്ത്രി കൊണ്ടു നടന്നൊരു ഗുണ്ടാ സംഘം നാട്ടിലുള്ള ആളുകളെ മുഴുവൻ ആക്രമിച്ചു, പോലീസിനെ ഗുണ്ടകളാക്കി. മുഖ്യമന്ത്രി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ രക്ഷാദൗത്യം എന്ന മഹത്തായ പദത്തെ, ജീവൻ രക്ഷാദൗത്യം എന്ന് പറയുന്ന മഹത്തായ പദത്തെ ഗുണ്ടാ സംഘങ്ങൾക്ക് ഉപമയാക്കി മാറ്റി എന്നുള്ളതാണ് ഈ ഒരു യാത്രയുടെ പ്രത്യേകത. ഇദ്ദേഹത്തിന് ഇന്ന് KPC പ്രസിഡന്റ് പറഞ്ഞതുപോലെ ഇദ്ദേഹത്തിൻ്റെ മാനസിക നില, ഞാൻ ചിത്തഭ്രമം എന്നല്ല പറയാൻ ആഗ്രഹിക്കുന്നത്, അധികാരഭ്രാന്ത് പിടിച്ച ഒരു മനുഷ്യനെ, ഒരു നവ ഹിറ്റ്ലറെ, ഒരു നവ മുസോളിനിയെ, ഒരു കിം ജോങ് ഉന്നിനെ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നു. അതാണ് ഈ യാത്രയുടെ ബാക്കി പത്രം. ശരി, ഇവിടെ ശ്രീ യുവരാജ് നോക്കൂ, ഇവിടെ നേരത്തെ CPM വിശദീകരിച്ചത് കേന്ദ്ര സർക്കാരിന്റെ കേരളത്തോടുള്ള അവഗണന, തെറ്റായ സമീപനം തുടങ്ങിയവ തുറന്നു കാട്ടാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇതിന് പൊളിറ്റിക്കൽ ഒബ്ജക്റ്റീവ് ഉണ്ടല്ലോ. അപ്പോൾ സർക്കാർ അനുഭവിക്കുന്ന കാര്യങ്ങൾ, നേരിടുന്ന കാര്യങ്ങളൊക്കെ ജനങ്ങളോട് വിശദീകരിക്കും. അത് എത്രമാത്രം ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു തുടങ്ങിയ കാര്യങ്ങൾ വേറെയാണ്. പക്ഷേ ഈ ഷോ മുഴുവനായിട്ട്, ഇപ്പോൾ നിങ്ങളും ആ അർത്ഥത്തിൽ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയാണ്, പക്ഷേ ഈ ഷോ കംപ്ലീറ്റ് ആയിട്ട് കോൺഗ്രസ് സ്റ്റീൽ ചെയ്യുന്ന സാഹചര്യമല്ലേ അവസാനം ഉണ്ടായത്? കോൺഗ്രസ്സുകാർ തിരുവനന്തപുരത്തിന്റെ തെരുവീതികളെ ഇളക്കി മറിക്കുന്നു, അവർ സമരം ചെയ്യുന്നു, മുതിർന്ന നേതാക്കൾ തന്നെ അതിന് നേതൃത്വം കൊടുക്കുന്നു, അവരുടെ പേരിൽ കേസ് വരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ മാറ്റി നിർത്തപ്പെട്ടു. അഭിലാഷ്, നമുക്ക് അങ്ങനെ പൊളിറ്റിക്കലി നമുക്ക് കാണാൻ കഴിയില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൻ്റെ ഏറ്റവും പ്രിൻസിപ്പൽ ഒപ്പോസിഷൻ പാർട്ടി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കോൺഗ്രസ് തന്നെയാണ്. അപ്പോൾ കോൺഗ്രസിൻ്റെ സമരങ്ങൾക്ക് മാധ്യമങ്ങൾ കൊടുക്കുന്ന പ്രാധാന്യം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും BJPയുടെ സമരങ്ങൾക്ക് കിട്ടുന്ന പ്രാധാന്യങ്ങളെക്കാളും വലിയ പ്രാധാന്യം മാധ്യമങ്ങൾ, മുഖ്യധാരാ മാധ്യമങ്ങൾ കോൺഗ്രസിൻ്റെ സമരങ്ങൾക്ക് കൊടുക്കാറുണ്ട്. പിന്നെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ നിന്ന് ഗ്വാഗ്വാവിളി നടത്തുന്ന സമയത്ത് അത് CM വേഴ്സസ് പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിലേക്ക് മാധ്യമങ്ങൾ അതിനെ കൊണ്ടുവരിക എന്ന് പറയുന്നതും കേരള പൊളിറ്റിക്സിലെ കേരള പൊളിറ്റിക്സിലെന്നല്ല എവിടെ ആയിരുന്നാലും ശരി തന്നെയാണ്, അതൊരു സ്വാഭാവികമായ കാര്യം തന്നെയാണ്. അപ്പോൾ നമുക്ക് അതിനെ അങ്ങനെ മാത്രം ചുരുക്കി കാണാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പിന്നെ ശ്രീ KT കുഞ്ഞിക്കണ്ണൻ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ടല്ലോ, ഇപ്പോൾ ഈ യാത്ര കാസർഗോഡ് നിന്ന് തുടങ്ങുന്ന സമയത്ത് ഈ യാത്രയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞ് ഇവർ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നത് ജനങ്ങളിലേക്ക് നേരിട്ട് പോവുക, അവരുടെ പരാതി സ്വീകരിക്കുക, അതേ ക്യാബിനറ്റ് മുഴുവനായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരികയാണ് എന്നൊക്കെ ഉള്ള തലത്തിലായിരുന്നു അതിൻ്റെ പ്രചരണം തുടക്കത്തിലുണ്ടായിരുന്നത്. അത് ഏതാണ്ട് മധ്യ കേരളത്തിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴേക്കും പിന്നീട് അത് മുഖ്യമന്ത്രി ടോണ് മാറ്റുക, ഇത് ഞങ്ങൾ പരാതി വാങ്ങിക്കാൻ വേണ്ടിയിട്ടല്ല ഇത് നടത്തുന്നത്, ഞങ്ങളുടെ സർക്കാരിൻ്റെ എന്തൊക്കെയോ കാര്യങ്ങൾ ജനങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ്, പ്രചരണ പരിപാടിയാണ് എന്നുള്ള നിലയിലേക്കായിട്ട് മാറി. പിന്നീട് തിരുവനന്തപുരത്തേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ ഇപ്പോൾ അത് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിനോട് കാണിക്കുന്ന അവഗണന എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇത്രയും വലിയ യാത്ര നടത്തിയെന്ന്. കാരണം ആ യാത്ര പരാജയപ്പെട്ടു എന്നുള്ളതാണ്. ആ യാത്ര എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണോ അവർ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തത്, ആ പർപ്പസ് ആ കാര്യം സർവ് ചെയ്തില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അവർക്ക് ഇങ്ങനെ ഗോൾ പോസ്റ്റുകൾ മാറ്റി മാറ്റി പറയേണ്ടി വരുന്നത്. അഭിലാഷം ഒന്നുകൂടി പറഞ്ഞോട്ടെ, ഈ കേന്ദ്ര അവഗണന ഉണ്ട് എന്നുണ്ടെങ്കിൽ കേന്ദ്ര അവഗണനയ്ക്കെതിരായിട്ട് ഇവർ സംസാരിക്കേണ്ട സ്ഥലം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ യാത്ര നടത്തിയിട്ടല്ല, അത് പാർലമെന്റിനകത്താണ് അവർ ഉന്നയിക്കേണ്ടത്. അവർക്ക് എത്രയാണ് കിട്ടാനുള്ളത്, എന്താണ് കിട്ടാനുള്ളത്, അത് അവതരിപ്പിക്കേണ്ട സ്ഥലം പാർലമെന്റാണ്. പാർലമെന്റിനകത്ത് ജോൺ ബ്രിട്ടാസ് ഉൾപ്പെടെയുള്ള ആൾക്കാർ കവലപ്രസംഗം നടത്തിയതിന് ശേഷം അതേ കവലപ്രസംഗം തിരിച്ചു വന്ന് നമ്മുടെ തെരുവീതികളിൽ നടത്തുന്നത് കൊണ്ട് മാത്രം ഈ പ്രശ്നത്തിന് ഒരു സൊല്യൂഷൻ ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം.
തുടർന്ന് സംസാരിക്കാൻ സമയമുണ്ടോ താങ്കൾ മറ്റേതിലേക്ക് ഞാൻ ഇനി അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകണമെങ്കിൽ അടുത്ത ഘട്ടത്തിൽ വരാം. ഇവിടെ കെ ടി കുഞ്ഞിക്കണ്ണൻ, എന്താണ് ഈ നവകേരള സദസ്സിന്റെ ആകെ തുക എന്ന് പരിശോധിക്കുമ്പോൾ ഇവിടെ ശ്രീ ലിജു ചൂണ്ടിക്കാണിച്ച കാര്യമുണ്ടല്ലോ, തീർത്തും ഏകാധിപത്യപരമായി ജനാധിപത്യ വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ് ഈ സർക്കാർ എന്ന് ജനങ്ങൾക്ക് ഒരു സന്ദേശം കൊടുക്കുന്നത് മാതിരി ആയില്ലേ കാര്യങ്ങൾ? ജനാധിപത്യപരമായ പ്രതിഷേധങ്ങൾ എല്ലാ കാലത്തും ഈ നാട് കണ്ടിട്ടുണ്ട്. കരിങ്കൊടി കാണിക്കാൻ വരുന്നവരെ ആക്രമിക്കുക, അവരെ പൂച്ചട്ട കൊണ്ട് തല്ലുക, അവരെ ഈ എന്താ പറയുക ഹെൽമെറ്റ് വെച്ച് അടിക്കുക, ഡിവൈഎഫ്ഐക്കാർ ആ ചുമതല ഏറ്റെടുക്കുക, തുടർന്ന് മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ചുമതലയുള്ള ആളുകൾ, അതിൽ ഗൺമാൻ അടക്കമുള്ള ആളുകൾ വലിയ വടി കൊണ്ട് ആളുകളെ അടിച്ച് മൃതപ്രായരാക്കുക, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, വലിയ മർദ്ദനങ്ങൾ കണ്ടു. അപ്പോൾ മുഖ്യമന്ത്രിക്കെതിരെ ഒരു വിയോജിപ്പ് ഉയർന്നാൽ, ഒരു കറുത്ത തുണിക്കഷ്ണം ഉയർന്നാൽ അവരെ മർദ്ദിച്ചില്ലാതാക്കുമെന്ന സമീപനം ഒരു ഭാഗത്ത്, അത് റിപ്പോർട്ട് ചെയ്താൽ മാധ്യമങ്ങൾക്കെതിരെ കേസ് എന്നുള്ളത് രണ്ടാമത്തെ ഭാഗത്ത്. ഇവിടെ നിങ്ങൾ പോലീസുകാർ മാത്രം പോരാ, ഞങ്ങളും വേണം എന്ന് പറഞ്ഞിട്ട് CPM-ന്റെ സേന ഇറങ്ങിയത് മൂന്നാമത്തെ ഭാഗത്ത്. ഇങ്ങനെ അടിമുടി ജനാധിപത്യ വിരുദ്ധമായ ഒരു സംവിധാനമാണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തോ ഈ യാത്ര? അഭിലാഷ് എന്ത് മുൻവിധിയോടുകൂടിയാണ് ഈ ചർച്ച നയിക്കുന്നത്? മുൻവിധിയൊന്നും നമ്മൾ കണ്ട കാര്യമല്ലേ കഴിഞ്ഞ ഒരു മാസം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അല്ല, ഞാനൊന്ന് പറഞ്ഞോട്ടെ, അങ്ങനെ ഒരു ഒഫൻസീവിലേക്ക് അഭിലാഷ് പോകല്ല. ഞാനൊന്ന് പറയട്ടെ, അഭിലാഷ് പറഞ്ഞ കാര്യത്തെക്കുറിച്ച് എനിക്ക് സംസാരിക്കാനുണ്ടല്ലോ. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അത് നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രിയും എന്ത് ജനാധിപത്യ വിരുദ്ധമായി പ്രവർത്തിച്ചു എന്നാണ് നിങ്ങൾ പറയുന്നത്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ അതിൻ്റെ 20 മന്ത്രിമാരും മുഖ്യമന്ത്രിയും കേരളമാകെ സന്ദർശിക്കുന്നു. അത് നവകേരള നിർമ്മിതിയുമായി ബന്ധപ്പെട്ട് 2016 മുതൽ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടപ്പാക്കുന്ന പദ്ധതികൾ, ആ പദ്ധതികൾ രണ്ടാം സർക്കാർ വന്നതിന് ശേഷം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ എത്രത്തോളം വിജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, എന്തെല്ലാം പുതിയ പ്രശ്നങ്ങളാണ് അത് നേരിടുന്നത്, ഈ കാര്യങ്ങളെല്ലാം ജനങ്ങളുമായി സംവദിക്കാനും ജനങ്ങൾക്ക് അവരുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട് പരിഹരിക്കപ്പെടേണ്ട നിരവധി വിഷയങ്ങളുണ്ട്. ആ കാര്യത്തിൽ ഒരു ഗവൺമെൻറ് തന്നെ മണ്ഡലങ്ങളിൽ ചെന്ന് ജനങ്ങളിൽ നിന്ന് പരാതി സ്വീകരിക്കുകയാണ്. അതാത് ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് ആ പരാതികൾ എത്തിച്ച് അതിന് പരിഹാരമുണ്ടാക്കാനുള്ള നടപടി എടുക്കുക. ഇതൊരു പ്രോസസ്സാണ്, ഒരു പ്രക്രിയയാണ്. ആ രീതിയിൽ പ്ലാൻ ചെയ്ത നവകേരള യാത്ര, ഈ നവകേരള സദസ്സ് വമ്പിച്ച വിജയമായിരുന്നു. കേരളത്തിൽ കഴിഞ്ഞ 10-36 ദിവസക്കാലമായിട്ട് നമ്മളെല്ലാം ഈ വിഷയം ചർച്ച ചെയ്യുകയില്ലേ? കോൺഗ്രസിൻ്റെയും BJP-യുടെയും CPM-ൻ്റെയും ഒക്കെ പ്രതിനിധികൾ ഓരോ ദിവസവും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന പ്രശ്നങ്ങൾ പരസ്പരം ഡിബേറ്റ് ചെയ്യുകയല്ലേ? ഇതെല്ലാം ഉണ്ടാക്കിയ ബൃഹത്തായ ഒരു അവബോധമുണ്ട്. ആ അവബോധത്തെ UDF ഭയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് എന്താണ് അവർ ചെയ്തത്? അവർ ജനാധിപത്യപരമായിട്ടാണോ പ്രതിഷേധിച്ചത്? സാധാരണ ഞങ്ങൾ നവകേരള സദസ്സിൽ പങ്കെടുക്കുന്നില്ല, അതവർ പറഞ്ഞു. പിന്നെ എവിടെയാണ് ഡിബേറ്റ് ഉണ്ടാവുക? അവർ പങ്കെടുക്കുക. അവർക്കും ഓരോ മണ്ഡലത്തിലും വന്ന് പ്രതിപക്ഷ നേതാവിന് മുഖ്യമന്ത്രി സംസാരിക്കുന്ന പോലെ തന്നെ സംസാരിച്ചു കൂടായിരുന്നോ? ഈ സർക്കാർ ചെയ്ത കാര്യങ്ങൾ ഇന്നതാണ് എന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ ഈ സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ, ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങൾ, മുഖ്യമന്ത്രി പറയുന്നതിലെ പൊള്ളത്തരം, ഇതെല്ലാം തുറന്നു കാണിക്കാൻ പ്രതിപക്ഷ നേതാവിന് പ്രതിപക്ഷ നേതാവെന്ന സ്ഥാനം, ആ പദവി, ആ ഔദ്യോഗികമായ ഉത്തരവാദിത്തത്തിൽ നിന്നുകൊണ്ട് കേരളത്തിലെ എല്ലാ നിയോജക മണ്ഡലത്തിലും പോയി സംസാരിക്കാമായിരുന്നു. പക്ഷേ നിശ്ചയിതാത്മകമായ സമീപനം സ്വീകരിച്ചു. അവർ ബഹിഷ്കരിച്ചതിന് ശേഷം എന്താണ്? കല്യാശ്ശേരി വരെ ഈ ജാഥ, ഈ സദസ്സ് കടന്നു വരുന്നവരെ അവരുടെ ഭാഗത്ത് നിന്ന് കാര്യമായ പ്രതികരണമൊന്നും ഉണ്ടായില്ല. പിന്നീട് അവർക്ക് തോന്നി ഇത് ബഹുജനങ്ങളാകെ പിടിച്ചെടുക്കും, ഇത് കേരളത്തിൻ്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഇടതുപക്ഷത്തിന് വലിയ സ്വാധീനമുണ്ടാക്കും. അതുകൊണ്ട് എന്താണ്? കുഴപ്പങ്ങൾ ഉണ്ടാക്കണം. കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ ആസൂത്രിതമായി കരിങ്കൊടി പ്രകടനം എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി സഞ്ചരിക്കുന്ന വാഹനങ്ങൾക്ക് മുമ്പിൽ ചാടുന്നത് ഒരു ജനാധിപത്യപരമായ പ്രതികരണമോ പ്രതിഷേധ പ്രകടനമായിട്ട് കാണാൻ കഴിയില്ല. ഗവർണറെ കരിങ്കൊടി കാണിക്കുന്നത് കുഴപ്പമുണ്ടാക്കാനാണോ? നാട് നീളെ ഗവർണറെ കരിങ്കൊടി കാണിക്കുന്നുണ്ടല്ലോ, അത് കുഴപ്പമുണ്ടാക്കാനാണോ? അത് എൻ്റെ മിസ്റ്റർ അഭിലാഷേ, ഒരു സംഘടന കരിങ്കൊടി കാണിക്കുമ്പോൾ ആ സംഘടനക്ക് ജനാധിപത്യത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ബഹുജന സംഘടനയാണെങ്കിൽ അവർ പ്രഖ്യാപിക്കണം, ഞങ്ങൾ ഗവർണർക്ക് കരിങ്കൊടി കാണിക്കും, അല്ലെങ്കിൽ ഞങ്ങൾ മുഖ്യമന്ത്രി കരിങ്കൊടി. ഒരു പ്രഖ്യാപനവുമില്ലാതെ ചാവേറുകളെപ്പോലെ, ഒളിപ്പോരാളികളെ പോലെ 3 പേര് എന്താണ് കരിങ്കൊടിയായി വന്നിട്ട് വാഹനത്തിന് മുമ്പിൽ ചാടുകയാണ്. യാദൃശികമായിട്ട് ആ വാഹനം മുന്നോട്ട് നീങ്ങി എന്തെങ്കിലും അപകടം സംഭവിച്ചുവെങ്കിൽ നമ്മൾ ഈ രീതിയിൽ ചർച്ച ചെയ്യാൻ കഴിയുമോ? അപ്പോൾ കുഴപ്പങ്ങൾ ഉണ്ടാക്കുക, അതുവഴി രാഷ്ട്രീയ നേട്ടം കൊയ്യുക എന്ന ദുഷ്ടലാക്കോടുകൂടി പ്രതിപക്ഷത്തിൻ്റെ ചില ആളുകൾ ആസൂത്രണം ചെയ്ത, പ്രതിപക്ഷം എന്നൊന്നും പറയാൻ പറ്റില്ല, കോൺഗ്രസിൻ്റെ ചില ആളുകൾ ആസൂത്രണം ചെയ്ത ഒരു പദ്ധതിയായിരുന്നു ഈ കരിങ്കൊടി പ്രകടനം. അതിനോട് ആ രീതിയിലുള്ള പ്രതികരണം ഉണ്ടായിട്ടുണ്ട്. ആ പ്രതികരണത്തെ നിങ്ങൾ വാഹനത്തിന് മുമ്പിൽ ചാടുകയല്ലേ വേണ്ടത്, നിങ്ങൾ പ്രഖ്യാപിക്കണം. എന്തുകൊണ്ട് സതീശൻ പ്രഖ്യാപിക്കുന്നില്ല? ഇതാ 140 മണ്ഡലങ്ങളിലും ഞങ്ങൾ പ്രതിഷേധ പ്രകടനം നടത്തും.
കരിങ്കൊടി പ്രകടനം നടത്തും. അങ്ങനെ പ്രഖ്യാപിച്ച് പ്രകടനം വരികയാണ് ജനാധിപത്യത്തിൽ അംഗീകൃതമായ ഔദ്യോഗികമായ പ്രതിഷേധം എന്ന് പറയുന്നത്. അതിനപ്പുറത്ത് ഗറില്ലാ പ്രവർത്തനങ്ങളിലൂടെയാണ് നിങ്ങൾ പ്രതിഷേധിക്കുന്നെങ്കിൽ ആ രീതിയിൽ തന്നെ അതിനെ പ്രതിരോധിക്കേണ്ടി വരും. കാരണം എന്താണ്? ഗറില്ലകൾ, ചാവേറുകൾ വന്നിട്ട് മുഖ്യമന്ത്രി സഞ്ചരിക്കുന്ന വാഹനത്തിന് മുമ്പിൽ ചാടുക, അതിന്റെ ടയർ ഉരുളുക, അങ്ങനെ ഒരു അപകടം സംഭവിക്കുകയാണെങ്കിൽ ആ അത്യാഹിതം നമ്മൾ എങ്ങനെയാണ് ചർച്ച ചെയ്യുക? അപ്പൊ അത്യാഹിതങ്ങൾ ഉണ്ടാക്കി നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുക, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായിട്ട് വലിയ ലോ ആൻഡ് ഓർഡർ പ്രശ്നം സൃഷ്ടിക്കുക, അതാണ് BJP ആഗ്രഹിക്കുന്നത്. കേന്ദ്ര സർക്കാർ പ്രവർത്തനമാണ് ഉണ്ടായില്ലേ? സതീശനും അല്ല, എനിക്ക് ഒറ്റ കാര്യം അറിയാനുള്ളത് ശ്രീ കെ ടി കുഞ്ഞുകണ്ണൻ, എന്നിട്ട് ലോ ആൻഡ് ഓർഡർ പ്രശ്നം ഉണ്ടായില്ലേ? ശരി, ഇപ്പോൾ 3-4 യൂത്ത് കോൺഗ്രസ്സുകാർ ബസ്സിന് മുമ്പിലേക്ക് എടുത്തു ചാടുന്നു, അവർക്ക് അപകടം പറ്റും എന്ന പോയിന്റ് എടുക്കാം. ശരി, അങ്ങനെയാണെങ്കിൽ അവരെ പിടിച്ചു മാറ്റേണ്ടത്, അങ്ങനെ ആപൽക്കരമായ നിലയിൽ പ്രവർത്തനം നടത്തിയതിന് അവർക്കെതിരെ കേസെടുക്കേണ്ടത് പോലീസല്ലേ? പോലീസിന്, പിണറായി വിജയന്റെ കീഴിലുള്ള പോലീസിന് അതിനുള്ള ശേഷി ഉണ്ടോ ഇല്ലയോ? ഉണ്ടെങ്കിൽ അത് പോലീസിന് ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്. കല്യാശ്ശേരി മുതൽ അങ്ങനെയല്ല കണ്ടത്. ഡിവൈഎഫ്ഐക്കാരാണ് കല്യാശ്ശേരിയിൽ അടിച്ചത്. തുടർന്ന് ഇങ്ങോട്ട് എല്ലായിടത്തും ഡിവൈഎഫ്ഐക്കാരാണ് മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ചുമതല ഏറ്റെടുത്തത്. അങ്ങനെ ഒരു എക്സ്ട്രാ ലീഗൽ സിസ്റ്റം ഇവിടെ നിങ്ങൾ കൊണ്ടുവരികയാണ്. അത് നോക്കൂ, അതാണ് ഞാൻ പാർട്ടി സേന എന്ന് പറഞ്ഞത്. അത് ജനാധിപത്യത്തിന് ഏതളവിൽ, എങ്ങനെ, എവിടെയാണ് അത് അനുയോജ്യമാവുക? അത് എവിടെയാണ് എടുക്കപ്പെടുക? അല്ല അഭിലാഷേ, എന്നോടല്ല ചോദിക്കേണ്ടത്, ലിജുവോടാണ് ചോദിക്കുക. എന്തുകൊണ്ടാണ് അവർ പ്രഖ്യാപിതമായി ഇതാ ഞങ്ങൾ പ്രതിഷേധ പ്രകടനം നടത്തും? അല്ല, കല്യാശ്ശേരിയിലേത് മാത്രമേ അപ്രഖ്യാപിതമുള്ളൂ. അതിനുശേഷം അക്രമം നേരിട്ടതിന് ശേഷം അവർ ഞങ്ങൾ ഇനി കരിങ്കൊടി കാണിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. ഇല്ല, ഒരു പ്രഖ്യാപനവുമില്ല. ആസൂത്രിതമായി വളരെ മുൻകൂട്ടി പ്രഖ്യാപിച്ച ഒരു പ്രകടനം വരികയാണെങ്കിൽ ആ രീതിയിൽ തന്നെയാണ് അതിനെ ട്രീറ്റ് ചെയ്യുക. അല്ലാതെ ഗറില്ലകളെ പോലെ ചാടി വീഴുകയാണെങ്കിൽ എവിടെയോ ആപത്തുണ്ടാക്കാനുള്ള ശ്രമം നടത്തുക, ചാവേറുകളെ സൃഷ്ടിക്കുക, എൻ്റെ രക്തസാക്ഷികളെ ഉണ്ടാക്കി കേരളത്തിൽ കലാപം ഉണ്ടാക്കുക. നമുക്കറിയാമല്ലോ അങ്കമാലി വെടിവെപ്പ് ഞാനും അഭിലാഷും ഒക്കെ അടങ്ങുന്ന തലമുറ പിൽക്കാലത്ത് പഠിച്ചതല്ലേ? ആ വെടിവെപ്പ് എന്തായിരുന്നു? ആസൂത്രിതമായി ഒരു വെടിവെപ്പ് ഉണ്ടാക്കിക്കാൻ കോൺഗ്രസ് പാർട്ടി, അന്നത്തെ അങ്കമാലി MLA മിസ്റ്റർ ആന്റണി നടത്തിയ ഒരു ശ്രമമായിരുന്നു. ഒഴിഞ്ഞു പോകരുത് അഭിലാഷേ. കേരളത്തിലെ ഇടതുപക്ഷം ഭരിക്കുമ്പോൾ, കമ്മ്യൂണിസ്റ്റുകാർ ഭരിക്കുമ്പോൾ ആസൂത്രിതമായി കുഴപ്പങ്ങൾ ഉണ്ടാക്കുക, വെടിവെപ്പുകൾ ഉണ്ടാക്കുക, എന്നിട്ട് എന്താണ് ലോ ആൻഡ് ഓർഡർ പ്രശ്നം കൊണ്ടെന്ന് വരുത്തി ഈ സർക്കാരിനെ പിരിച്ചുവിടുക. 58 അല്ല ഈ 2023. അത് അഭിലാഷ് മനസ്സിലാക്കണം. ഇവിടുത്തെ ജനത അത് തിരിച്ചറിയുന്നുണ്ട്. വിമോചന സമരത്തിന്റെ അനുഭവങ്ങൾ, ചരിത്രപാഠങ്ങൾ ഉള്ളവരാണ് ഇവിടുത്തെ ജനത. അങ്ങനെ ആസൂത്രിതമായി അങ്കമാലികൾ സൃഷ്ടിച്ച് കേരളത്തിലെ ഇടതുപക്ഷത്തിനെതിരായിട്ട് ഒരു ലോ ആൻഡ് ഓർഡർ പ്രശ്നമുണ്ടാക്കി കേന്ദ്രത്തെ ഇടപെടിക്കാനാണ് സതീശനും സുധാകരനും BJPക്ക് വേണ്ടി ശ്രമിച്ചത്. അതാണ് വിഷയം. അങ്ങനെയാണോ ശ്രീ M. ലിജു? ഒരു രണ്ടാം വിമോചന സമരം ലക്ഷ്യമിട്ടോ? ആത്മഹത്യാ സ്ക്വാഡിനെ ഇറക്കിയോ? ചാവേറുകളെ ഇറക്കിയോ? ഇവിടെ അഭിലാഷ് ഉപയോഗിച്ചൊരു പദമുണ്ട്, അതായത് എക്സ്ട്രാ ലീഗൽ സേന. അഭിലാഷ്, എക്സ്ട്രാ ലീഗൽ സേന ഏകാധിപതികളുടെ ജീവിതത്തിൽ എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. അത് ഈ ഹിറ്റ്ലർക്ക് അത് ഗെസ്റ്റാപ്പോ എന്നായിരുന്നു പേര്, മുസോളിനിയുടെ അത് ബ്ലാക്ക് ഷെഡ്സ് ആയിരുന്നു. ഇവിടെ പിണറായി വിജയൻ ആ പേരിട്ടിരിക്കുന്ന ജീവൻ രക്ഷാ സേന എന്നാണ്. ഈ 3 ആളുകൾക്ക് തമ്മിലുള്ള സമാനത എന്ന് പറഞ്ഞാൽ ഇവരൊന്നും മനസ്സിൽ ജനാധിപത്യമില്ലാത്ത ഗുണ്ടകളായിരുന്നു എന്നുള്ളതാണ്. പിണറായി വിജയൻ, നിങ്ങൾ ഈ ഒരു യാത്രക്കിടയിൽ അക്രമം നേരിട്ടിട്ടില്ലാത്ത വിഭാഗങ്ങൾ ആരാണ്? നിങ്ങൾ മാധ്യമ പ്രവർത്തകർ ഇത് റിപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ പേരിൽ അവരുടെ പേരിൽ കേസെടുത്തുകൊണ്ടിരിക്കുന്നു. വിദ്യാർത്ഥികൾ ആക്രമിക്കപ്പെട്ടു, യുവാക്കൾ ആക്രമിക്കപ്പെട്ടു, വനിതകൾ ആക്രമിക്കപ്പെട്ടു, രാഷ്ട്രീയ പ്രവർത്തകർ ആക്രമിക്കപ്പെട്ടു. ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുകയല്ലേ? ഇവിടെ ഇപ്പോൾ സഖാവ് കുഞ്ഞിക്കണ്ണൻ ചോദിക്കുന്നത് ഇവിടെ ഒരു സമരം പ്രഖ്യാപിച്ചു എന്നാ. സഖാവെ, നിങ്ങൾ ദേശാഭിമാനി മാത്രം വായിച്ചാൽ പോരാ, കൈരളി ചാനൽ മാത്രം കണ്ടാൽ പോരാ. ഞങ്ങൾ നിങ്ങൾക്കെതിരെ സമരം പ്രഖ്യാപിച്ചു. കല്യാശ്ശേരിയിൽ വെച്ച് ഞങ്ങൾ ഈ യാത്ര തുടങ്ങിയപ്പോൾ ആദ്യഘട്ടത്തിൽ ഞങ്ങൾ വിഷയങ്ങൾ ഉന്നയിച്ചു. അതായത് പറഞ്ഞു, പെൻഷൻ നിങ്ങൾ കൊടുക്കുന്നില്ല. പെൻഷൻ കൊടുക്കാത്തൊരു യാഥാർത്ഥ്യമല്ലേ? ലൈഫിൻ്റെ പദ്ധതികൾ മുടങ്ങിക്കിടക്കുന്നു, യാഥാർത്ഥ്യമല്ലേ? അങ്ങനെ എത്ര പദ്ധതികൾ മുടങ്ങിക്കിടക്കുന്നു, ഇത് ഞങ്ങൾ ഉന്നയിച്ചു. പക്ഷെ ഞങ്ങളൊരു പ്രതിഷേധമായ രംഗത്ത് വന്നില്ല. പക്ഷെ കല്യാശ്ശേരിയിൽ എത്തിയപ്പോൾ ഞങ്ങളുടെ ചെറുപ്പക്കാരെ കരുതൽ തടങ്കിൽ വെച്ചു. അതിനെതിരെ ഒരു കരിങ്കൊടി കാണിച്ചു. കരിങ്കൊടി കാണിച്ചവർ DYFIയുടെ ക്രിമിനലുകൾ, നിങ്ങൾ നടത്തുന്ന പക്ക ക്രിമിനലുകൾ, വെറും രക്തദാഹികളായ ആളുകൾ. അവരെ ഹെൽമറ്റ് കൊണ്ട് അടിച്ചും അതിഭീകരമായി അവരെ മുറിവേൽപ്പിച്ചു. അവർക്കെതിരെ പോലീസ്, ഈ ആക്രമിച്ച ഗുണ്ടകൾക്കെതിരെ 308 വധശ്രമത്തിന് കേസെടുത്തു. ഒരു മുഖ്യമന്ത്രി, സത്യപ്രതിജ്ഞ അധികാരത്തിലിരിക്കുന്ന ഒരു മുഖ്യമന്ത്രി പോലീസ് 308 എടുത്ത ഒരു വിഷയത്തെക്കുറിച്ച് പ്രതികരിച്ചത് ജീവരക്ഷാ പ്രവർത്തനമെന്നാണ്. എന്ന് പറഞ്ഞാൽ അടിച്ചോളാനാണ് പറഞ്ഞത്. കാരണം മുഖ്യമന്ത്രിയുടെ പാരമ്പര്യം അതാണല്ലോ. അതിനുശേഷം ഇങ്ങോട്ട് നിങ്ങൾ എല്ലാ സ്ഥലത്തും യൂത്ത് കോൺഗ്രസ്സുകാരെ, DYFIക്കാരെ കൊണ്ട് ആക്രമിപ്പിച്ചു.
നിങ്ങളുടെ ഗൺമാന്മാർ, മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാർ, അവര് വാഹനം കൊണ്ടുവന്ന് ഇടിപ്പിച്ച് നിരവധി പേരെ പരിക്കേൽപ്പിച്ചു. ആലപ്പുഴ എത്തിക്കഴിഞ്ഞപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ മാറ്റി നിന്ന ചെറുപ്പക്കാരെ മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാരായ ഗുണ്ടകൾ പുറത്തുനിന്ന് വടിയെടുത്തുകൊണ്ടെന്ന് അവരെ അതിഭീകരമായി അടിച്ചു. അതിനുശേഷം ഇങ്ങോട്ട് വന്നപ്പോൾ തുടർന്ന് അക്രമങ്ങളുടെ പരമ്പര എല്ലാ സ്ഥലത്തും നിങ്ങളുടെ ഡിവൈഎഫ്ഐ ഗുണ്ടാസംഘം രംഗത്തിറങ്ങിയാണ്. മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാർക്കെതിരെ സംസ്ഥാനത്ത് പ്രൈവറ്റ് അന്യായം കൊടുത്ത് കേസെടുക്കപ്പെട്ടു. എന്നിട്ടും തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പറയുന്നത് ഇതെല്ലാം ജീവരക്ഷാ പ്രവർത്തനമാണെന്നാണ്. വെഞ്ഞാറുമൂട് പോലീസ് സ്റ്റേഷനിൽ കരിങ്കൊടി പ്രവർത്തനം നടത്താൻ വേണ്ടിയിരുന്ന ചെറുപ്പക്കാരെ അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനകത്ത് വെച്ചു. നിങ്ങളുടെ ഡിവൈഎഫ്ഐ ഗുണ്ടകൾ ആ പോലീസ് സ്റ്റേഷനകത്ത് കയറി ആ ചെറുപ്പക്കാരെ ആക്രമിച്ചു. യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡല പ്രസിഡന്റ് വീട് ആക്രമിച്ചു. വിനീത എന്ന് പറഞ്ഞ മാധ്യമ പ്രവർത്തക ഷൂ എറിഞ്ഞ ഒരു വിഷ്വൽസ് അവർ പ്രസിദ്ധീകരിച്ചു എന്നതിൻ്റെ പേരിൽ, അവരും പ്രതിഷേധക്കാരുമായി ഫോണും സംസാരിച്ചതിൻ്റെ പേരിൽ അവരെ നിങ്ങൾ കേസിൽ കുടുക്കി. എന്നിട്ടും നിങ്ങളുടെ മുഖ്യമന്ത്രിക്ക് അഹങ്കാരത്തിന് കുറവില്ല. തിരുവനന്തപുരത്ത് DGP ഓഫീസ് മാർച്ച് നടത്തിയ ആദ്യഘട്ടത്തിൽ മാർച്ച് നടത്തിയ യൂത്ത് കോൺഗ്രസ്സുകാരെയും KSUക്കാരെയും തല്ലി ഭീകരമായി പരിക്കേൽപ്പിച്ചു. അന്ന് ഡിവൈഎഫ്ഐ ഗുണ്ടകളുടെ അക്രമം വേറെ. DGP ഓഫീസ് മാർച്ച് നടക്കുമ്പോൾ കേരളത്തിന്റെ ചരിത്രത്തിൽ നിങ്ങൾക്കറിയാം 7 MP-മാർ, 12ഓളം MLA-മാർ, സംസ്ഥാന പ്രതിപക്ഷ നേതാവ്, KPCC പ്രസിഡന്റ്, ഈ ആളുകൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കും. പ്രസിഡന്റിന്റെ പ്രസംഗത്തിന് ശേഷം തൊട്ടു പിന്നാലെ 18 ഗ്രനേഡുകളാണ് നിങ്ങളുടെ പോലീസ് സേന ആ സ്റ്റേജിലേക്ക് പ്രയോഗിച്ചത്. ശ്രീ K. സുധാകരൻ ഉൾപ്പെടെ നിരവധി ആളുകൾക്ക് വിഷവാതകം അതിലെ ഈ ഗ്രനേഡിന്റെ കെമിക്കൽ ശ്വസിച്ച് ആശുപത്രിയിൽ പോകേണ്ടി വന്നു. നിങ്ങൾ അതിനെ നിങ്ങളുടെ സൈബർ ഗുണ്ടകൾ പരിഹസിക്കുകയാണ്. ഞങ്ങളാരും അമാനുഷ്യരൊന്നുമല്ല. വിഷവാതകം ശ്വസിച്ചാലും ബ്രണ്ടൻ കോളേജിന്റെ ഇടനാടികളുടെ വടിവാടുകൾക്കിടയിലൂടെ നടന്നു പോകുന്ന തരത്തിൽ പ്രത്യേക ആക്ഷൻ കാണിക്കുന്ന സൂപ്പർമാൻമാരൊന്നും ഞങ്ങളുടെ കൂട്ടത്തിലില്ല. മനുഷ്യരാണ്. നിങ്ങൾ കൊല്ലാൻ നോക്കി ഇന്ത്യൻ പാർലമെന്റ് അംഗങ്ങളെ ഉൾപ്പെടെ. ശ്വാസം മുട്ടി എത്രയോ മനുഷ്യരവിടെയായി. എന്നിട്ടും നിങ്ങളുടെ ജനാധിപത്യത്തെക്കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾക്ക് എന്ത് ജനാധിപത്യം കുഞ്ഞിക്കണ്ണൻ സഖാവേ? നിങ്ങളേത് ജനാധിപത്യത്തെക്കുറിച്ചാണ് പറഞ്ഞത്? വിയോജിപ്പിനെ അംഗീകരിക്കാത്ത, 2-3 ചെറുപ്പക്കാരുടെ ഒരു കരിങ്കൊടി പ്രയോഗത്തെ അംഗീകരിക്കാത്ത, ജീവൻ പോയാലും അടി കിട്ടിയാലും നിങ്ങളുടെ കൊടിസിനിമാർക്കിടയിലേക്ക് അവർ നടന്നു വരുന്നത്, നിങ്ങളുടെ ഗുണ്ടകൾക്കിടയിലേക്ക്. കാപ്പ കേസിൽ പ്രതിയാക്കപ്പെട്ടിരിക്കുന്ന എത്രയോ ഗുണ്ടകളെയാണ് നിങ്ങൾ രംഗത്തിറക്കിയത്. പോലീസിന്റെ കൈ നിന്ന ചെറുപ്പക്കാരെ നിങ്ങൾ കല്ലുകൊണ്ടിടിക്കുന്നു. 2 കാലുമില്ലാത്തൊരു യൂത്ത് കോൺഗ്രസ്സുകാരനെ നിങ്ങളുടെ നവകേരള സദസ്സിന്റെ ഗുണ്ടാ സദസ്സിന്റെ ടീഷർട്ട് ഇട്ട ഒരു മാർക്സിസ്റ്റ് ഗുണ്ട, അവനെക്കുറിച്ച് ഞാൻ അന്വേഷിച്ചപ്പോൾ 3, 4, 5 ക്രിമിനൽ കേസിൽ പ്രതിയായ ഒരു നൊട്ടോറിയസ് ക്രിമിനലാണ്. ഇവനാണ് വന്ന് ചവിട്ടിയിട്ട് പോകുന്നത്. എന്നിട്ട് നിങ്ങൾ ജനാധിപത്യത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ ആശയപരമായി തന്നെ ജനാധിപത്യത്തിന് അനുകൂലമല്ല. ഇന്ത്യ പോലൊരു ജനാധിപത്യ രാജ്യത്ത്, ഇന്ത്യയിലൊരു ഭരണഘടന നിലയിൽ വന്നപ്പോൾ അതിനെ എതിർത്തവരാണ് നിങ്ങൾ. പിന്നെ നിവൃത്തിയില്ലാത്തതുകൊണ്ട്, ഇട്ടാവട്ടത്ത് മാത്രമുള്ള ഒരു ഇർക്കിരി പാർട്ടി ആയതുകൊണ്ട് മാത്രം ഈ നാടിന്റെ ജനാധിപത്യത്തെ അംഗീകരിക്കുന്നത് കൊണ്ട് നിങ്ങൾ ഈ ജനാധിപത്യം എന്നൊക്കെ പദമൊക്കെ ഉപയോഗിക്കുന്നു. അതുകൊണ്ട് സഖാവേ, നിങ്ങളുടെ സദസ്സ് കഴിഞ്ഞപ്പോൾ വെളിവിലാവുന്ന ഒറ്റ കാര്യം മാത്രമാണ്. നിങ്ങളുടെ മുഖ്യമന്ത്രി ഒരു അധികാരഭ്രാന്തനാണ്. അദ്ദേഹം ഒരു രക്തദാഹിയാണ്. അദ്ദേഹത്തിന് മറ്റുള്ളവരെ മർദ്ദിക്കുന്നത് കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഒരു സന്തോഷം ഉണരും. കേരളത്തിലെ വാടിക്കൽ രാമകൃഷ്ണൻ കൊലക്കേസിലെ പ്രതിയായിരുന്ന ഒരു ക്രിമിനൽ മനസ്സുള്ള ഒരാൾക്ക് അത്തരം ഒരു സൈക്കോ മനസ്സുള്ളതിനെ കേരളം ഭയത്തോടെ തന്നെ കാണണം. പക്ഷേ ഇതുകൊണ്ട് കേരളം കീഴടങ്ങുമെന്ന് നിങ്ങൾ കരുതണ്ട. നിങ്ങളുടെ ഈ ഗുണ്ടാ പ്രവർത്തനത്തെ, ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനത്തെ ജനങ്ങളെ അണിനിരത്തി തന്നെ ഈ കോൺഗ്രസ് ചെറുക്കും. ഒരു സംശയം അക്കാര്യത്തിൽ വേണം. ശരി, യുവരാജിലേക്ക് വരുന്നുണ്ട്. അതിനൊരു ഡയറക്റ്റായിട്ടുള്ള മറുപടി പറയാം ശ്രീ KT കുഞ്ഞിക്കണ്ണൻ. അങ്ങനെ സൈക്കോ മനസ്സുള്ള ഈ ആളുകൾക്ക് മർദ്ദനമേൽക്കുമ്പോൾ അത് കണ്ട് സന്തോഷിക്കുന്ന ആളാണോ? അല്ല അഭിലാഷേ, ഈ ലിജുവിനൊക്കെ എന്ത് പറ്റിയെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഹിറ്റ്ലർ, മുസോളിനി, എന്താണ് ഗസ്റ്റപ്പോ, മറ്റേ ബ്ലാക്ക് ഷർട്ട്സ്, ഇതൊക്കെയായിട്ട് അങ്ങ് താരതമ്യം ചെയ്യുകയാണ് കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ നേതാക്കളെ. അപ്പോൾ നിങ്ങളിങ്ങനെ സംസ്ഥാനരഹിതമായി, ചരിത്രവിരുദ്ധമായി ഇത്തരത്തിലുള്ള അപനിർമ്മാണങ്ങളിലൂടെ നിങ്ങൾ എത്തപ്പെടുന്നത് BJPയുടെ പാദസേവയിലാണ്. ഇന്ത്യൻ ഫാസത്തിന്റെ ധാരാളത ഈ രാജ്യത്തിലെ ജനാധിപത്യ സംവിധാനങ്ങൾക്കാകെ ഭീഷണിയായിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ അതിനെതിരായിട്ട് ദേശീയ തലത്തിൽ അതിശക്തമായ പ്രതിരോധമുയർത്തുന്ന ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിരിക്കുന്ന ഒരു രാഷ്ട്രീയ കക്ഷിയുടെ നേതാക്കളെ, അതിന്റെ പോളിറ്റ് ബ്യൂറോ അംഗമായിരിക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ എത്ര നിസ്സാരമായിട്ടാണ് ഹിറ്റ്ലറും മുസോളിനിയും ഒക്കെ ആയിട്ട് അങ്ങ് താരതമ്യം ചെയ്യുന്നത്. ലിജു, താങ്കളെപ്പോലെ ചരിത്രം അറിയാത്തവരല്ല കേരളത്തിലെ ജനങ്ങൾ. താങ്കൾ മനസ്സിലാക്കണം, ചരിത്രബോധമുള്ള ജനതക്കറിയാം. ഈ അഭിലാഷ്, ഞാൻ ഉന്നയിച്ചൊരു വിഷയം താങ്കളോട് ചോദിച്ചല്ലോ. താങ്കൾ എത്ര ബുദ്ധിപരമായിട്ടാണ് ഗസ്റ്റപ്പവും മറ്റവും അതും ഇതും ഒക്കെ പറഞ്ഞിട്ട് അതിൽ നൊഴിഞ്ഞു മാറിയത്. അങ്കമാലി വെടിവെപ്പ് ഉണ്ടാക്കിയവരല്ലേ നിങ്ങൾ? നിങ്ങളുടെ അന്നത്തെ അങ്കമാലി MLA എന്താ ചെയ്തത്? പുണാച്ചി ചക്കോ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ ഇന്നത്തെ യൂത്ത് കോൺഗ്രസ്സുകാരൊക്കെ പുണാച്ചി ചക്കോമാരാണ്. പുണാച്ചി ചക്കോമാരാണ് ഇന്നത്തെ യൂത്ത് കോൺഗ്രസ്സുകാരെല്ലാം. ആരാണ് പുണാച്ചി ചക്കോ?
അങ്കമാലിയിൽ കള്ളുഷാപ്പ് പിക്കറ്റ് ചെയ്യുന്നു എന്ന വ്യാജേനെ വലിയ രീതിയിലുള്ള കലാപമുണ്ടാക്കാൻ പള്ളികളിൽ മണിയടിച്ചു, ആളുകളെ കൂട്ടുന്ന അവസ്ഥയുണ്ടാക്കി. എന്താ കാര്യം? നിങ്ങൾ തെറ്റിദ്ധരിപ്പിച്ചതല്ലേ. പോലീസ് സ്റ്റേഷനിലേക്ക് പൂണാച്ചി ചാക്കയെ അറസ്റ്റ് ചെയ്തു, പൂണാച്ചി ചാക്കയെ പോലീസ് തല്ലിക്കൊന്നു എന്ന നുണപ്രചരണം നടത്തി. പോലീസ് സ്റ്റേഷനിലേക്ക് ആൾക്കൂട്ടത്തെ നിങ്ങൾ നയിച്ചു. പോലീസ് സ്റ്റേഷനിലെത്തിയപ്പോൾ രക്ഷയില്ലാതെ പോലീസുകാർ പള്ളക്ക് വെടിവെക്കാൻ പറഞ്ഞു. പള്ളക്ക് എന്ന് പറഞ്ഞാൽ സൈഡിൽ വെടിവെക്കണമെന്നാണ് ഈ മധ്യ കേരളത്തിലെ ഒരു ഭാഷാപരമായ പ്രശ്നമാണ്. പക്ഷേ പോലീസുകാർ തെറ്റിദ്ധരിച്ച് നേരെ വെടിവെച്ചു. 9 ആളുകൾ മരണപ്പെട്ടു. ഈ മരണം, ഈ വെടിവെപ്പ്, ഈ സംഭവങ്ങളെല്ലാം ഉണ്ടായത് പുണാച്ചി ചാക്കോയെ പോലീസ് പിടിച്ചു കൊണ്ടുപോയി കൊന്നു എന്ന കോൺഗ്രസ് നേതാക്കളുടെ പ്രചരണത്തിന്റെ ഫലമായിട്ടാണ്. പിന്നീട് എന്താ സംഭവിച്ചത്? അതേ സ്റ്റേഷന്റെ വരാന്തയിൽ ഈ സംഭവങ്ങളൊക്കെ നടന്നതിന് ശേഷം പുണാച്ചി ചാക്കോ നിൽക്കുകയാണ്. അപ്പൊ അതുപോലെ പുണാച്ചി ചക്കോമാരെ ഇറക്കിയിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെ അട്ടിമറിച്ച് കളയാം, അതിന് നരേന്ദ്രമോദിയുടെ സഹായം തേടാം എന്ന് വ്യാമോഹിച്ചുകൊണ്ടാണ് ലിജുവിന്റെ പാർട്ടി, സതീശന്റെ പാർട്ടി, സുധാകരന്റെ പാർട്ടി ഇപ്പോൾ ഇവിടെ അട്ടിമറി സമരങ്ങൾ നടത്തുന്നത്. ആ അട്ടിമറി സമരങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്ക് തിരിച്ചറിയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ത്യ എന്ന് പറയുന്നത് BJP എന്ന ഹിന്ദുത്വ പാർട്ടിയുടെ ഭീഷണിയിലാണ്. ആ ഹിന്ദുത്വ പാർട്ടി ഇന്ത്യയിൽ എന്താണ് രാമക്ഷേത്രം ഉണ്ടാക്കി ഹിന്ദു രാഷ്ട്രത്തിലേക്ക് ഈ രാജ്യത്തെ നയിക്കാനുള്ള നീക്കം നടത്തുന്നത്. ആ രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിനത്തിന് നിങ്ങളെ പാർട്ടി പങ്കെടുക്കുക. അപ്പൊ നിങ്ങളും BJPയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ബന്ധം എന്താണ്? ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യേണ്ട വളരെ ഗൗരവമായ ഒരു രാഷ്ട്രീയ സന്ദർഭമാണ്. ഇന്ത്യൻ പ്രതിപക്ഷത്തെ ആകെ ദുർബലമാക്കുന്ന, അതിനെ നിരായുധമാക്കുന്ന നിലപാട് കോൺഗ്രസ് പാർട്ടി സ്വീകരിക്കുന്ന ഒരു ഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അങ്ങനെ കടന്നു പോകുമ്പോൾ നവകേരള സദസ്സിൽ ഏതോ ഒരു DYFIക്കാരൻ ഹെൽമെറ്റ് കൊണ്ട് തലക്കടിച്ച് അയാൾ ഗസ്റ്റപ്പോ ആണ്, അയാൾ ബാക്ക് ഷർട്ടാണ് എന്നൊക്കെ പറയുന്നതിന്റെ ചരിത്രബോധമില്ലായ്മ രാഷ്ട്രീയം മാത്രമാണ്. ശരി, പറയൂ ലിജു, പറയൂ. എവിടെ അടിച്ചു? ആൾക്കൂട്ടത്തിലേക്ക് ഞാനിങ്ങനെ ക്ഷുഭിതനായി സംസാരിക്കേണ്ടത്. നിങ്ങൾ ചരിത്രവിരുദ്ധമായ കാര്യങ്ങൾ പറയരുത്. നിങ്ങൾ ചരിത്രത്തെ ശരിയായി മനസ്സിലാക്കാതെ അനാവശ്യമായ താരതമ്യങ്ങൾ നടത്തി കേരളത്തിന്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രിയെ ഗുണ്ട എന്ന് വിളിക്കരുത്. മുഖ്യമന്ത്രിയെ ഗുണ്ടയൊന്നും വിളിക്കാൻ താങ്കൾ വളർന്നിട്ടില്ല. അതാണ് എനിക്ക് ലിജുവിനോട് പറയാനുള്ളത്. ശരി, പറയൂ. അപ്പോ ഒന്നാമത്തെ കാര്യം, മുഖ്യമന്ത്രിയെ ഗുണ്ട എന്ന് വിളിക്കാൻ ഞാൻ ഗുണ്ട എന്ന് വിളിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട്. അതാണ് ജനാധിപത്യം, മനസ്സിലാക്കണം. ആർട്ടിക്കിൾ 19 എന്ന് പറയും. അത് നിങ്ങൾക്കറിയാൻ സാധ്യതയില്ല. കാരണം ഇന്ത്യൻ ഭരണഘടന വന്ന സമയത്ത് തന്നെ വിയോജിക്കാനുള്ള അവകാശമുള്ള ഭരണഘടന എതിർത്ത ആളുകളാണല്ലോ നിങ്ങൾ. വിളിക്കാനുള്ള അവകാശം വിയോജിപ്പിനുള്ള. രണ്ടാമത്തെ കാര്യം പറയാം ഞാൻ പറയാം. അത് പിന്നെ നിങ്ങൾക്ക് ആർട്ടിക്കിൾ 19 പോട്ട് ഇന്ത്യൻ ഭരണഘടനയെ തന്നെ എതിർക്കുകയും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ കരുതനമായ ചില ആളുകളല്ലേ ഇന്ത്യൻ ഭരണഘടനയെ കുറിച്ച് പറയുന്നത്. അതുകൊണ്ട് അതവിടെ അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയിൽ എഴുതപ്പെട്ടിരിക്കുന്ന ഒരു വകുപ്പാണ്. അതല്ലാതെ ഭരണഘടനയുമില്ല, ഒന്നുമില്ല. ഏകാധിപത്യം നടപ്പിലാക്കുന്ന ഒരു പ്രത്യയശാസ്ത്രം, ദശലക്ഷക്കണക്കിന് മനുഷ്യരെ കൊല്ലുകയും സൈബീരിയയിലേക്ക് നാടുകടത്തുകയും ചെയ്ത ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ വക്താവ് എന്നോട് ജനാധിപത്യത്തെ കുറിച്ച് പറയുന്നു. കുണാച്ചി ചാക്കയെ കുറിച്ചല്ല നിങ്ങൾ പറയേണ്ടത്, നിങ്ങൾ കുഞ്ഞിരാമനെ കുറിച്ചാണ് പറയേണ്ടത്. തലശ്ശേരി കലാപത്തിന്റെ സമയത്ത് നിങ്ങൾ പറഞ്ഞപ്പോ ഇതാണ് ജനാധിപത്യ ബോധമല്ല, മനസ്സിലായോ? നിങ്ങൾ എന്റെ പാർട്ടിയെക്കുറിച്ചും ഞങ്ങളുടെ സമരങ്ങളെക്കുറിച്ചും മോശമായ ഭാഷയിൽ പറഞ്ഞപ്പോ അല്ല, നിങ്ങൾ കേൾക്കൂ, നിങ്ങൾ നിശബ്ദത പാലിക്കൂ. നിങ്ങൾ പറഞ്ഞപ്പോ അത് കേട്ടോണ്ടിരുന്നൊരു സഹിഷ്ണുതയുണ്ടല്ലോ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഉണ്ടാവില്ല. നിങ്ങൾക്കത് ജീവിതത്തിൽ ഉണ്ടാവാൻ പോകുന്നില്ല. പക്ഷെ എന്നാലും അത് പറയേണ്ട ഉത്തരവാദിത്വം എനിക്കുണ്ടല്ലോ. അപ്പൊ കുണാച്ചി ചാക്കോയെ കുറിച്ചല്ല പറയേണ്ടത്, കുഞ്ഞിരാമനെ കുറിച്ച് ആലോചിക്കൂ. കുഞ്ഞിരാമനെ കുറിച്ചുള്ള രേഖ പുറത്തു കൊണ്ടുവരൂ. തലശ്ശേരി കലാപത്തിൽ പള്ളിക്ക് കാവല് നിന്നു എന്ന പേരിൽ നിങ്ങൾ കൊട്ടിഘോഷിച്ച കുഞ്ഞിരാമനുണ്ടല്ലോ. പി ടി തോമസ് നിയമസഭയിൽ ചോദിച്ചൊരു ചോദ്യമുണ്ട്. കുഞ്ഞിരാമൻ എവിടെ മരിച്ചു? കള്ളുഷാപ്പിൽ വെച്ച് കുത്തുകൊണ്ട് മരിച്ചു. ആ കുഞ്ഞിരാമനെ നിങ്ങൾ പിന്നെ രക്തസാക്ഷിയാക്കി മാറ്റി, തലശ്ശേരി കലാപത്തിലെ ധീര നായകനാക്കി മാറ്റി. നിയമസഭാ രേഖകളിൽ കുറിച്ച് പറയുന്നതിന് മുമ്പ് നിങ്ങൾ കുഞ്ഞിരാമനെ കുറിച്ച് പറ. കണ്ടോ അഭിലാഷയെ മനസ്സിലായോ? എത്രമാത്രം അസഹിഷ്ണുവാണ്. പിന്നെ ഇതുപോലുള്ള ആളുകളുടെ നേതാവാണ് പിണറായി വിജയൻ. പിന്നെ എന്ത് ചെയ്യും? ഒരു മാധ്യമ ചർച്ചയിൽ എന്റെ ഊഴത്തിൽ എനിക്ക് പറയാനുള്ള
ആ സംസാരത്തെ പോലും കേൾക്കാൻ ആഗ്രഹിക്കാത്ത അനുയായികളുടെ നേതാവ് കരിങ്കൊടി കാണിക്കുന്നവന്റെ തല ഹെൽമെറ്റ് തല്ലിപ്പൊട്ടിച്ചിൽ അത്ഭുതമെന്താ? അതുകൊണ്ട് വിമോചന സമരത്തെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ അങ്കമാലിയിലെ വെടിവെപ്പിനെ കുറിച്ച് പറഞ്ഞു. അങ്കമാലി മാത്രമാണ് വെടിവെപ്പ് നടന്നത്. ചന്ദനത്തോപ്പ് നിങ്ങൾ വെടിവെച്ച് കൊന്നല്ലോ. അവിടെ ആരെയാ കൊന്നത്? RSPക്കാരെ കൊന്നില്ലേ? നിങ്ങളുടെ പിന്നീട് ഘടകകക്ഷിയായി മാറിയ ചന്ദനത്തോപ്പിലെ വെടിവെപ്പിന് എന്താണ് ഈ വിമോചന സമരത്തിന്റെ കാലഘട്ടം നിങ്ങൾ എത്ര വെടിവെപ്പ് നടത്തി? കേരളത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വെടിവെപ്പ് നടന്ന കാലഘട്ടം ഏതാ? സഖാവ് EMSന്റെ കാലഘട്ടമല്ലേ? എത്ര മനുഷ്യരെ കൊന്നു? RSPക്കാരെ കൊന്നു, വിമോചന സമരത്തിൽപ്പെട്ടവരെ കൊന്നു, ഫ്ലോറി എന്ന ഗർഭിണിയെ കൊന്നു. നിങ്ങളെവരെല്ലാം കൊന്നവരല്ലേ നിങ്ങൾ? എന്നിട്ട് നിങ്ങൾ വിമോചന സമരത്തിലെ കുണാച്ചി ചാക്കോയെ കുറിച്ച് പറയും. ഇപ്പൊ കുഞ്ഞിനാമന്റെ കാര്യം അന്വേഷിക്കുക, എന്നിട്ട് കുണാച്ചി ചാക്കോയെ കുറിച്ച് കോൺഗ്രസിനെ കുറിച്ച് പഠിപ്പിക്കാൻ പറ. ഇത്തരം പല കാര്യങ്ങളും ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ശരി, ഓക്കെ, ആ തർക്കം നമുക്ക് നിർത്താം. ശ്രീ യുവരാജ്, പിന്നെ ഇന്ത്യ സഖ്യം അല്ല, ഇതും കൂടെ കേട്ടോ പക്ഷേ ഇന്ത്യ സഖ്യത്തിലെ ആളുകളെ ഗസ്റ്റാപ്പോയിട്ട് താരതമ്യപ്പെടുത്തരുത്. ഇന്ത്യ സഖ്യത്തിലെ ഏറ്റവും പ്രമുഖ കക്ഷിയായ കോൺഗ്രസിന്റെ ചെറുപ്പക്കാരൻ ഒരു കരിങ്കൊടി കാണിച്ചാൽ അവനെ തല്ലിക്കൊല്ലണമെന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രി. ഇന്ത്യ സഖ്യം പൊളിക്കാനാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിണറായി വിജയൻ. മനസ്സിലായില്ലേ? ഇവിടെ മുഴുവൻ കോൺഗ്രസ്സുകാരെ തല്ലണം. അപ്പോൾ ആരെങ്കിലും ഡൽഹിയിൽ CPMന്റെ ഏതെങ്കിലും പോളിറ്റ് ബ്യൂറോ അംഗത്തിനെ സഹിയായിട്ട് തിരിച്ചടിക്കണം. അപ്പൊ അതുകൊണ്ട് ഈ സഖ്യത്തിൽ നിന്ന് പുറത്തു പോകണം. ഇദ്ദേഹം BJP ഏജന്റാണ്. ഇന്ത്യ സഖ്യം പൊളിക്കാൻ നടക്കുന്ന സീതാറാം യെച്ചൂരിയെ പോലെയുള്ള മതനിരപേക്ഷവാദികളെ ഇതിൽ നിന്ന് പുറത്താക്കണമെന്ന് ആഗ്രഹിക്കുന്ന BJPയുടെ ഡബിൾ ഏജന്റാണ് പിണറായി വിജയൻ. ഞാൻ വീണ്ടും പറയും, അദ്ദേഹം ഡബിൾ ഏജന്റാണ്. സ്വർണ്ണ കള്ളക്കടത്തിലും ലാവലിൻ കേസിലും രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്ന BJPയുടെ ട്രോജൻ കുതിരയാണ് പിണറായി വിജയൻ. സംശയം വേണ്ട. ശ്രീ യുവരാജ് നോക്കൂ, ഇപ്പോ പിണറായി വിജയൻ BJPക്ക് വേണ്ടി കളിക്കുകയാണെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു. BJPക്ക് അനുകൂലമായ അന്തരീക്ഷം കേരളത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ കോൺഗ്രസ് സമരം ചെയ്യുകയാണെന്ന് CPM പറയുന്നു. എന്താണ് നിങ്ങളുടെ ഇക്കാര്യത്തിലെ റോൾ? ഞങ്ങൾക്ക് NDAയിൽ സഖ്യകക്ഷികൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണെന്നാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്. അല്ലാതെ ഞാനിപ്പോൾ എന്താ അതിനകത്ത് മറുപടി പറയല്? നോക്കൂ അഭിലാഷേ, കേന്ദ്രത്തിൽ BJP ഭരിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ ഗുണഭോക്താക്കൾ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിലൊന്ന് കേരളത്തിൽ CPM ആണ്, 2 തമിഴ്നാട്ടിൽ DMK ആണ്, 3 ബംഗാളിൽ മമതയാണ് എന്ന് പറയേണ്ടി വരും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കൂ, കേന്ദ്രം നിങ്ങളെ കൊല്ലാൻ വരികയാണ്, ഹിന്ദുത്വ ഫാസിസം നടപ്പിലാക്കാൻ പോവുകയാണ്, കേന്ദ്രം ഭരണഘടനയെ അട്ടിമറിക്കുവാൻ ശ്രമിക്കുകയാണ്, കേന്ദ്രത്തെ നിങ്ങളെ പിടിച്ച് തിന്നാൻ പോവുകയാണ്, ഞങ്ങളാണ് നിങ്ങളെ രക്ഷിക്കുവാൻ ഇവിടെ മുമ്പിലുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു രക്ഷക വേഷം കെട്ടി ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയുടെ പ്രതിപക്ഷം ഞങ്ങളാണ് എന്നുള്ള ഒരു നറേറ്റീവ് സൃഷ്ടിച്ച് ഇവിടെ അത്തരത്തിൽ പൊളിറ്റിക്കലി ഗിമ്മിക്ക് കാണിച്ച് രക്ഷപ്പെട്ടു പോവുക എന്നുള്ളത് മാത്രമാണ് കാലങ്ങളായിട്ട് CPM ചെയ്തു വരുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ കോൺഗ്രസിനോട് സഹതാപമുണ്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ദേശീയ തലത്തിൽ മത്സരിക്കേണ്ടതുണ്ട്. അപ്പോൾ പലതരത്തിലുള്ള ആൾക്കാരുമായിട്ട് അവർക്ക് ഇടപെടേണ്ടി വരുന്നുണ്ട്, രാഷ്ട്രീയമായിട്ട് അവിടെയൊക്കെ വോട്ട് നേടേണ്ടതുണ്ട്. പക്ഷേ അവരെ കൃത്യമായിട്ട് കൊണ്ടുവന്ന് ട്രാപ്പിൽ ഇറക്കി കൊടുക്കുക, കാര്യം കേരളത്തിലുള്ള ന്യൂനപക്ഷ വോട്ടുകളെ കാണിച്ചിട്ട് ട്രാപ്പിൽ ഇറക്കി കൊടുക്കുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ് കുറച്ച് നാളായിട്ട് CPM ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് അവർ കണ്ടിന്യൂസ്ലി ചെയ്യുന്നതിൽ നമുക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. അവർ തുടർന്നും ചെയ്യുക, അത് നമുക്ക് അത് ചെയ്തോട്ടെ, അത് പൊളിറ്റിക്കലാണ്, ഞാൻ അതിലേക്ക് അധികം പോകുന്നില്ല. പക്ഷേ ഇദ്ദേഹം ശ്രീ KT കുഞ്ഞിക്കണ്ണൻ പറയുന്ന നവകേരള നിർമ്മിതിക്ക് വേണ്ടിയിട്ടാണ് നടന്നു എന്നാണ്. ഞാൻ ചോദിക്കട്ടെ, നവകേരള സദസ്സ് എന്ന് പേരിട്ടാണ് ഈ യാത്ര നടന്നത്. 36 ദിവസം ഈ യാത്ര നടന്നു. നവകേരളം നിർമ്മിക്കപ്പെട്ടോ? പോട്ടെ, 36 ദിവസം കൊണ്ട് നമുക്കൊരു നവകേരളം ഒന്നും സൃഷ്ടിക്കാൻ പറ്റില്ല, ഒരു നവകേരളം ഉണ്ടായി എന്നും പറയാൻ പറ്റില്ല. പക്ഷെ നമുക്ക് ആ ഒരു ഡയറക്ഷനിലേക്ക് നമുക്ക് തിരിയാനെങ്കിലും പറ്റിയോ? കഴിഞ്ഞ 36 ദിവസമായിട്ട് കേരളത്തിൽ എന്തൊക്കെയാണ് നടന്നതെന്ന് നമുക്കൊന്ന് റിവൈൻഡ് അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊന്ന് സെൽഫ് അനലൈസ് ചെയ്ത് നോക്കാൻ കഴിയുമോ? ഇന്നത്തെ മാതൃഭൂമിയുടെ തന്നെ ഒരു വാർത്ത ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഞാൻ കണ്ടതാണ്. 9 കോടി രൂപ KSRTCക്ക് ലാഭം കിട്ടിയിട്ടുണ്ട്. ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിദിന വരുമാനം ലഭിച്ചിട്ടുണ്ട്. ഇന്ന് ഒരു പ്രതിദിന വരുമാനമാണ് ഏറ്റവും വലിയ. ഈ 9 കോടി രൂപ വരുന്നതിൻ്റെ സിംഹഭാഗം എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ കഴിഞ്ഞ ദിവസം വായിച്ച ഏതാണ്ട് 97,000 ആൾക്കാർ തീർത്ഥാടകർ ശബരിമലയിൽ എത്തിയിട്ടുണ്ടെന്നാണ്. നിലയ്ക്കൽ നിന്ന് പമ്പ വരെ ഏതാണ്ട് 1 ലക്ഷം പേര് പോകുമ്പോൾ 80 രൂപ ടിക്കറ്റ് എടുത്തിട്ട് വേണം പോകാൻ. അതായത് നെറ്റ് 80 ലക്ഷം രൂപ അതിൽ നിന്ന് മാത്രം വരികയാണ്. പമ്പയിൽ നിന്ന് തിരിച്ച് നിലയ്ക്കലേക്ക് വരുമ്പോൾ ഏതാണ്ട് അതിൻ്റെ ഇരട്ടി തുക ഒരു ദിവസം നിലയ്ക്കൽ പമ്പ റൂട്ടിൽ മാത്രം ഏതാണ്ട് 1-1.5 കോടി രൂപ ശബരിമല തീർത്ഥാടകരുടെ കയ്യിൽ നിന്ന് മാത്രം KSRTCക്ക് മാത്രം കിട്ടുകയാണ്. ഇത് ആ റൂട്ടിൽ മാത്രം. ഇതുപോലെ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് നിലയ്ക്കലിലേക്ക് എത്തുന്നവർ, നിലയ്ക്കലിൽ നിന്ന് പമ്പയിലേക്ക് പോകുന്നവർ, ഇതെല്ലാം കൂടി വരുമ്പോൾ ഒരു 2.5-3 കോടി രൂപ KSRTCക്ക് മാത്രം പ്രതിദിനം വരുമാനം ശബരിമല കൊണ്ട് മാത്രം ഉണ്ടാവുകയാണ്. പക്ഷെ കഴിഞ്ഞ 36 ദിവസത്തിൽ ശബരിമലയോടും ശബരിമല തീർത്ഥാടകരോട് ഇവരെന്താണ് കാണിച്ചത്? എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള മുഴുവൻ പോലീസുകാരെയും അവിടെ നിന്ന് വിഡ്രോ ചെയ്ത് മുഖ്യമന്ത്രിയുടെയും പരിവാരങ്ങളുടെയും സംരക്ഷണത്തിന് വേണ്ടിയിട്ട് കൊണ്ടുപോവുകയും ശബരിമല തീർത്ഥാടനത്തിനെ ഇത്രയധികം അലങ്കോലമാക്കുകയും കന്നഡയിൽ, തമിഴിൽ, തെലുങ്കിൽ, ഹിന്ദിയിൽ,
മലയാളത്തിലൊക്കെ മുഖ്യമന്ത്രിയെ നാട്ടുകാരല്ലെങ്കിൽ തീർത്ഥാടകർ തെറി വിളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. കുറച്ചു നേരത്തെ ലിജു പറഞ്ഞൊരു വിഷയം, കാട്ടായകോണത്തെ ഒരു ഓട്ടോ ഡ്രൈവർ, ഇത് ഒരു ഓട്ടോ ഡ്രൈവർ പുറത്തു പറഞ്ഞു എന്ന് അവരുടെ വിഷയം പുറത്ത് വന്നു എന്നുള്ളത് മാത്രമാണ്. നമ്മൾ സംസ്ഥാന സർക്കാരിലെ ഉദ്യോഗസ്ഥർ മുതൽ തുടങ്ങി കുടുംബശ്രീക്കാർ തുടങ്ങി തൊഴിലുറപ്പുകാർ വരെ നമുക്ക് പരിചയമുള്ളവർ പോലും വന്ന് നിന്ന് ഈ സർക്കാരിനെ തെറി പറയുകയാണ്. ഇത് പോയില്ല എന്നുണ്ടെങ്കിൽ ഇത് ഭീഷണിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ ഇദ്ദേഹം ഇവിടെ നവകേരളം നിർമ്മിച്ചു എന്നാണ് പറയുന്നത്. ഈ നവകേരളം നിർമ്മിച്ചതിന്റെ മറ്റൊരു ഉദാഹരണമായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ തൃശ്ശൂരിൽ കണ്ടത്. നമ്മൾ കണ്ടതാണ് ഡിവൈഎഫ്ഐക്കാരായ ആൾക്കാർ പോലീസ് ജീപ്പിന്റെ പുറത്ത് കയറി നിന്ന് പോലീസ് ജീപ്പിനെ തല്ലിത്തകർക്കുകയാണ്. തല്ലിത്തകർത്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ അകത്തുള്ള പ്രധാന പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ CPM-ന്റെ ഏരിയ സെക്രട്ടറി നേരിട്ട് ചെന്ന് അയാളെ കെട്ടിപ്പിടിച്ചുകൊണ്ടാണ് അവിടുന്ന് കൊണ്ടുപോയി രക്ഷിച്ചു എന്ന് പറയുന്നത്. കൊല്ലത്തെത്തി കഴിഞ്ഞപ്പോഴേക്കും 2 ലക്ഷം രൂപയുടെ കശുവണ്ടി വാങ്ങി പെയിന്റ് അടിച്ച് പിണറായി വിജയന്റെ കളമൊക്കെ വരച്ച് സ്വീകരിക്കുകയാണ്. ഇദ്ദേഹം എന്താ മഹാബലിയാണോ? സാധാരണ മഹാബലി വരുമ്പോഴാണ് നമ്മൾ ഈ അത്തപ്പൂക്കളൊക്കെ ഇട്ട് സ്വീകരിക്കുന്നത്. പിണറായി വിജയൻ എന്താ അതുപോലത്തെ എന്തെങ്കിലും ബലിയാണോ? അദ്ദേഹം വരുമ്പോൾ അദ്ദേഹത്തിന് ഈ 2 ലക്ഷം രൂപയുടെ കശുവണ്ടിയൊക്കെ വാങ്ങി പെയിന്റ് അടിച്ച് അദ്ദേഹത്തെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ 36 ദിവസമായിട്ട് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള എന്താ പറയുക, തെരുവ് നാടകങ്ങളെന്ന് നമുക്ക് പറയുന്നതിനകത്ത് തെരുവ് നാടകക്കാരെ അധിക്ഷേപിക്കലായി പോവും. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ജനാധിപത്യമാണോ അതോ മറ്റെന്തെങ്കിലും ആധിപത്യമാണോ എന്നൊന്നും നമുക്കറിയില്ല. അത്തരത്തിലേക്ക് അധംപതിച്ചു പോയ ഒരു യാത്രയാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞത് എന്ന് മാത്രമേ നമുക്ക് അതിനെക്കുറിച്ച് പറയാൻ കഴിയുള്ളൂ. ശരി, ഇവിടെ KT കുഞ്ഞുണ്ണൻ, സർക്കാർ PR ഒക്കെ നടത്തുക എന്ന് പറയുന്നത് സ്വാഭാവികമാണ്, എല്ലാ കാലത്തും നടന്നിട്ടുണ്ട്. പക്ഷേ അതിനപ്പുറത്ത് പിണറായി വിജയന്റെ കാൽപാദം പതിയാൻ ഭാഗ്യം ലഭിച്ച ഈ മണ്ണ് എന്ന് കോട്ടയത്തെ ഒരു സ്റ്റേഡിയത്തിന്റെ മണ്ണിനെ വിശേഷിപ്പിക്കുന്നത് കേട്ടു. കാലം കാത്തുവെച്ച കർമ്മയോഗിയാണ് എന്ന് പറയുന്നത് കേട്ടു. കേരളത്തിന് ദൈവം നൽകിയ വരദാനമാണ് പിണറായി വിജയൻ എന്ന് പറയുന്നത് കേട്ടു. ഇങ്ങനെ അപദാനങ്ങൾ പാടുക, സ്തുതിഗീതങ്ങൾ പാടുക, ആരെങ്കിലും വിയോജിപ്പ് പറഞ്ഞാൽ അവരെയൊക്കെ റദ്ദാക്കി കളയുക, ഇത്തരം ഒരു കലാപരിപാടി നടത്തുന്നത് കൊണ്ട് എന്ത് ഗുണം കിട്ടുമെന്നാണ് CPM ആത്മാർത്ഥമായും വിചാരിക്കുന്നത്? ഇത് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വൺ വേ ആണെന്നാണോ നിങ്ങൾ കാണുക? അഭിലാഷേ, ഞാനും അഭിലാഷും ജീവിക്കുന്ന ഈ കേരളത്തിലാണ്. ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ കേരളത്തിൻ്റെ സാമൂഹിക ജീവിതത്തിൻ്റെ മനുഷ്യജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളിലുമുണ്ടായ മാറ്റം നമ്മൾ കാണണം. ആ മാറ്റം നിസ്സാരമല്ല. നീതി ആയോഗ് തന്നെ, ഇവിടെ BJP-യുടെ പ്രതിനിധിയാണല്ലോ സംസാരിക്കുന്നത്, ശ്രീമാൻ നരേന്ദ്രമോദി അധ്യക്ഷനായിട്ടുള്ള നീതി ആയോഗ് എല്ലാ വർഷവും ഇന്ത്യയുടെ ക്രമസമാധാനം, ഇന്ത്യയുടെ ഭക്ഷ്യസുരക്ഷ, ഇന്ത്യയുടെ GDP ഇതെല്ലാമായി ബന്ധപ്പെട്ട് ഓരോ സംസ്ഥാനങ്ങളുടെയും കണക്കുകൾ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. ഇങ്ങനെ പ്രസിദ്ധീകരിക്കപ്പെട്ട കണക്കുകളിൽ നമ്പർ 1 സ്റ്റേറ്റ് ആയിരിക്കുന്നത് കേരളമാണ്. ഓരോ മേഖല നോക്കിയാൽ, ആരോഗ്യ സുരക്ഷ എടുത്തു നോക്കിയാൽ, വിദ്യാഭ്യാസം വിജ്ഞാന സമൂഹം എന്ന നിലക്ക് എടുത്തു നോക്കിയാൽ ഓരോ രംഗത്തും കേരളം. അല്ല പിണറായി വിജയൻ ഉണ്ടാക്കിയതല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും. കേരളം ഭരിച്ചു തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഈ കേരള സമൂഹത്തിനകത്ത് നടത്തിയ ഉജ്ജ്വലമായ പോരാട്ടമുണ്ട്. ആ പോരാട്ടത്തിന്റെ ചരിത്ര തുടർച്ചയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കും ഇടതുപക്ഷത്തിനും അധികാരം കിട്ടിയ അവസരങ്ങളിൽ നിങ്ങൾ മാറ്റാൻ പറ്റില്ല, ദൈവസിദ്ധമാണ് ഭൂമി എന്ന് പറഞ്ഞ ആ ബ്രഹ്മസം ദേവസ്വത്തുടമസ്ഥത പരിവർത്തന വിധേയമാക്കി, ഭൂവികേന്ദ്രീകരണം ഉണ്ടാക്കി, വിപ്ലവകരമായ മാറ്റങ്ങൾ, സാർവത്രിക വിദ്യാഭ്യാസ പദ്ധതികൾ ഇതെല്ലാം നടപ്പാക്കി. ഇതിനെയെല്ലാം സമ്പൂർണ്ണമായി തകർക്കാനാണ് 92-ൽ കരുണാകര സർക്കാർ ശ്രമിച്ചത്. കരുണാകര സർക്കാർ അന്നത്തെ ആഗോളവൽക്കരണ നയങ്ങളുടെ ചുവട് പിടിച്ചുകൊണ്ട് പറഞ്ഞു, വിദ്യാഭ്യാസത്തിന്, പൊതുജനാരോഗ്യത്തിന്, കുടിവെള്ള വിതരണത്തിന്, കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെയുള്ള നവകേരള സദസ് യാത്രയാണ് ചർച്ച ചെയ്യുന്നത്. താങ്കൾ ഈ പറയുന്ന ആഗോളവൽക്കരണം ഇടയ്ക്കിടയ്ക്ക് ഡൽഹിയിലേക്ക്, ഇടയ്ക്കിടയ്ക്ക് ആഗോളതലത്തിലേക്ക് മിണ്ടാതിരിക്കവിടെ. താൻ സംസാരിക്കുമ്പോൾ ഞാൻ സംസാരിച്ചില്ലല്ലോ, അവിടെ മിണ്ടാതിരിക്കേ. ഇല്ല, താങ്കൾ ഈ പറയുന്നത് എന്ത് വിഷയമാണെന്ന് മനസ്സിലാവുന്നില്ല, അതുകൊണ്ടാണ് പറയുന്നത്. അഭിലാഷ് അപ്പൊ മിണ്ടാതിരിക്കൂ, അങ്ങനെ പ്രകോപിതനാവണ്ട. അതെ, പറയാൻ സമ്മതിക്കൂ അഭിലാഷേ, പറയട്ടെ. 92-ല് ഇവിടെ ആഗോളവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് കോസ്റ്റ് റിക്കവറി സ്കീം ഉണ്ടാക്കി. സർക്കാർ ക്ഷേമ പദ്ധതികളിൽ നിന്ന്, വിദ്യാഭ്യാസ പദ്ധതികളിൽ നിന്ന്, ആരോഗ്യ ചികിത്സാ പദ്ധതികളിൽ നിന്ന് ഒക്കെ പിന്മാറി തല്ലുകൊണ്ടവരാണ് അഭിലാഷേ ഞങ്ങളൊക്കെ. അതിനെ പ്രതിരോധിച്ചവരാണ്. അതിനുശേഷം കേരളത്തിൽ പൊതുവിദ്യാഭ്യാസം ശക്തിപ്പെടുത്തുന്നതിൽ, ആരോഗ്യരംഗം മെച്ചപ്പെടുത്തുന്നതിൽ ഈ 1600 രൂപ കേരളമല്ലാതെ മറ്റിന്ത്യയിൽ ഏത് സംസ്ഥാനത്തുണ്ട് പെൻഷൻ?
വയോജനം, അതേപോലെ തന്നെ വിധവകൾ, അതേപോലെ തന്നെ അംഗപരിമിതിയുള്ള ആളുകൾ, ഇവരുടെയൊക്കെ പെൻഷൻ പദ്ധതികൾ ഇത്രയും വിപുലമാക്കിയ, ഇത്രയും വലിയൊരു തുക നൽകുന്ന ഏതെങ്കിലും മറ്റൊരു സംസ്ഥാനം, BJP ഭരിക്കുന്ന സംസ്ഥാനം, കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനം കാണിക്കട്ടെ? ഇല്ല. ഇതെല്ലാം അഭിലാഷേ കേരളത്തിൽ ഇടതുപക്ഷ ഇടപെടലിൻ്റെ പ്രത്യക്ഷമായ അനുഭവങ്ങളാണ്, ജനങ്ങളുടെ അനുഭവങ്ങളാണ് ഇടതുപക്ഷം. അല്ലാതെ അഭിലാഷിൻ്റെ എൻ്റെയും ഒന്നും അക്കാദമിക് തിയററ്റിക്കൽ വിശദീകരണമൊന്നുമല്ല കേരളത്തിലെ ഇടതുപക്ഷം എന്ന് പറയുന്നത്. സാമൂഹ്യ ജീവിതത്തിൽ, മനുഷ്യ ജീവിതത്തിൽ ഇടതുപക്ഷം ഉണ്ടാക്കിയ വലിയ മാറ്റങ്ങളുണ്ട്, ഗുണപരമായ മാറ്റങ്ങളുണ്ട്. ആ ഗുണപരമായ മാറ്റങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് പിണറായി വിജയൻ സർക്കാർ ശ്രമിക്കുന്നത്. അതിന് നമുക്ക് അർഹമായ ഗ്രാന്റുകൾ, കുടിശ്ശിക, വായ്പ എടുക്കാൻ ആവശ്യപ്പെടാവുന്ന കാര്യമാണ്. നേട്ടങ്ങളെ കുറിച്ച് പറയാവുന്നതാണ് ഞാൻ ചോദിച്ചത്. കേരളത്തെ അതുകൊണ്ട് കാലവും ദൈവവും കേരളത്തിന് കരുതി വെച്ച സമ്മാനമാണ് പിണറായി വിജയൻ എന്ന് മന്ത്രിമാർ പുകഴ്ത്തൽ നടത്തണമോ എന്നുള്ളതായിരുന്നു എൻ്റെ ചോദ്യം. അല്ല, അത് ഒരാളുടെ പ്രസംഗത്തിൽ വന്ന അപദാനങ്ങൾക്ക് മറുപടി പറയാനല്ലല്ലോ ഞാനിവിടെ വന്നിരിക്കുന്നത്. ഇടതുപക്ഷത്തെയും മാർക്സിസ്റ്റുകളായ ഞങ്ങളെയും സംബന്ധിച്ചിടത്തോളം ചരിത്രത്തിൽ വ്യക്തികൾ വഹിക്കുന്ന പങ്കിന് പ്രാധാന്യമുണ്ട്. എന്നാൽ ചരിത്രം എന്ന് പറയുന്നത് വ്യക്തികൾ മാത്രം നിർമ്മിക്കുന്നതല്ല, അത് സാമൂഹ്യ മുന്നേറ്റത്തിൽ ഒരു പ്രത്യേക സാമൂഹ്യ വിഭാഗം, വർഗങ്ങൾ നിർണ്ണയിക്കുന്നതാണ്. ആ അർത്ഥത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ജന്മമാണ്, കർമ്മമാണ് ഈ ലോകം എന്നൊന്നും കമ്മ്യൂണിസ്റ്റുകാർ വിശ്വസിക്കുന്നില്ല. അത് ഈ ചർച്ചയിൽ നയിക്കുന്ന അഭിലാഷും എനിക്കും നന്നായിട്ടറിയാം. അത് അറിയാത്തത് BJP-കാരൻ മാത്രമായിരിക്കും. കാരണം അവർ നരേന്ദ്രമോദിയെ പുകഴ്ത്തുന്നത് പോലെയുള്ള ഒരു നമോഭാഗം ഇടതുപക്ഷത്തിനില്ല. ശരി, പറയൂ ശ്രീ ലിജു. എനിക്ക് ബഹുമാനായ ശ്രീ KG കുഞ്ഞിക്കണ്ണൻ്റെ ഈ സംസാരത്തോട് യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നു അദ്ദേഹം കേവലം ഒരു CPM ഭാഷ്യം മാത്രം പറയാം. കേരളത്തിൻ്റെ സാമൂഹ്യ പുരോഗതി കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. അതായത് 19-ാം നൂറ്റാണ്ടിൽ തന്നെ തുടങ്ങിയ കേരള നവോത്ഥാനം രാജഭരണ കാലഘട്ടത്തിൽ തുടങ്ങി മിഷണറിമാർ മുന്നോട്ട് കൊണ്ടുപോയി, വൈക്കം സത്യാഗ്രഹം ഉൾപ്പെടെ ദേശീയ പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ശ്രീനാരായണ പ്രസ്ഥാനങ്ങളും അയ്യങ്കാളിയും ശ്രീനാരായണ ഗുരുദേവനും മന്നത്ത് പത്മനാഭനും ഒക്കെ ഏറ്റെടുത്ത കേരള നവോത്ഥാനമാണ് കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോയത്. 1947 രൂപപ്പെടുന്ന സമയത്ത്, 50-ൽ ഐക്യ കേരളം രൂപപ്പെടുന്ന സമയത്ത് തന്നെ കേരളത്തിൻ്റെ സാമൂഹ്യ സൂചിക ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങളെക്കാൾ കൂടുതലായിരുന്നു. ഇപ്പൊ തൊഴിലാളികൾക്ക് അവകാശബോധം ഉണ്ടാക്കുന്നതിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ പങ്കൊന്നും ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷെ കേരളത്തിന്റെ സാമൂഹ്യ പുരോഗതി എന്നത് ഈ പറഞ്ഞ റിനൈസൻസിന്റെ ഭാഗമാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമാണ്. ഭൂപരിഷ്കരണം നിങ്ങൾ നടപ്പിലാക്കിയോ? എവിടെ നടപ്പിലാക്കി? 1957 നിങ്ങളുടെ ഗവൺമെന്റ് ഒരു ബില്ല് അവതരിപ്പിച്ചു എന്നതിനപ്പുറത്ത് 1967 കോൺഗ്രസ് പിന്നീട് വന്നു കഴിഞ്ഞാൽ അച്യുതമേനോൻ ഗവൺമെന്റാണ് ഈ നാട്ടിലൊരു ഭൂവിതരണമെങ്കിലും നടപ്പിലാക്കിയത്. എന്നിട്ട് നിങ്ങൾ ഭൂപരിഷ്കരണത്തെ കുറിച്ച് പറയുന്നു. നടപ്പിലാക്കിയിട്ടില്ലാത്ത ഉട്ടോപ്പിയ ആശയങ്ങൾ പറയുന്നതിനപ്പുറത്ത് ഇംപ്ലിമെന്റേഷൻ, കേരളത്തിന്റെ സാമൂഹ്യ പുരോഗതിയുടെ നാഴികക്കല്ലാകുന്ന എല്ലാ പ്രധാന നീക്കങ്ങളും നടത്തിയത് കോൺഗ്രസുമായി ബന്ധപ്പെട്ട മുന്നണികളുമാണ്. അപ്പോൾ അതുകൊണ്ട് കേരളത്തിന്റെ നവോത്ഥാനത്തിന്റെ അവകാശം നിങ്ങൾ ഉണ്ടായിട്ട് പോലും ഇല്ലാത്ത കാലഘട്ടത്തിൽ വഴി നടക്കാനുള്ള സമരം നടന്ന നാടാണിത്, അറിയാമോ? അപ്പം നിങ്ങൾ ഉണ്ടായിട്ട് പോലും ഇല്ലാത്ത കാലഘട്ടത്തിൽ മാറുമറയ്ക്കാനുള്ള അവകാശത്തിന് വേണ്ടി സമരം നടത്തിയ ഒരു നാടാണിത്. എന്നിട്ട് നിങ്ങൾ കേരള നവോത്ഥാനത്തിന്റെ അവകാശികളാണെന്ന് പ്രഖ്യാപിക്കുന്നു. അതുകൊണ്ട് ബഹുമാനായ ശ്രീ KG കുഞ്ഞിക്കണ്ണൻ, നിങ്ങളിത് പറയാനുള്ളത് നിങ്ങൾ പാർട്ടി സഹാക്കളോട് വല്ലതും പറഞ്ഞ് അംഗീകരിക്കും. കേരളത്തിന്റെ പൊതുമാധ്യമങ്ങൾക്ക് മുമ്പിൽ, കേരള സമൂഹത്തിന് മുമ്പിൽ കേരളത്തിന്റെ സാമൂഹ്യ സൂചികകളുടെ മുന്നേറ്റത്തെ പ്രവാസികൾക്കും സാമൂഹ്യ നവോത്ഥാന പ്രസ്ഥാനങ്ങൾക്കും ദേശീയ പ്രസ്ഥാനത്തിനും എല്ലാം വലിയ പങ്കുള്ള കേരളത്തിന്റെ സാമൂഹ്യ മുന്നേറ്റങ്ങളുടെ ആ ഒരു സൂചികയെ അങ്ങ് പിണറായി വിജയന് കൊടുക്കാൻ ശ്രമിക്കരുത്. നിങ്ങൾ സ്വാശ്രയ കോളേജുകൾക്കെതിരെ കാര്യം പറഞ്ഞു, ശരിയാണ്. സ്വാശ്രയ കോളേജിൽ ആദ്യം പഠിച്ച പ്രമുഖ നേതാക്കളുടെ മക്കളാരാ? ഇവിടെ സ്വാശ്രയ കോളേജിൽ SFI സമരം ചെയ്യുമ്പോൾ വീണ വിജയൻ പഠിച്ചത് അങ്ങ് അമൃത ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ്, സ്വാശ്രയ കോളേജിൽ അല്ലേ? നിങ്ങളുടെ പിണറായി വിജയന്റെ മകൻ വിവേക് കിരൺ ലണ്ടനിലെ ബെർമിംഗ്ഹാം ബിസിനസ് സ്കൂളിലാണ് പഠിച്ചത് അല്ലേ? ഇവിടെ സഖാവ് പുഷ്പൻ ഉൾപ്പെടെയുള്ള ആളുകളെ നടു തളർത്തി കിടത്തിയപ്പോൾ, 5 സഖാക്കന്മാരെ രക്തസാക്ഷിയാക്കിയപ്പോൾ നിങ്ങളുടെ ആളുകൾ സ്വാശ്രയ കോളേജുകൾക്ക് സമരം ചെയ്യുമ്പോൾ സഖാക്കന്മാരുടെ മക്കൾ പഠിച്ച് ഇത്തരം സ്വാശ്രയ കോളേജുകളില്ല. എന്നിട്ട് നിങ്ങൾ ആഗോളവൽക്കരണത്തെക്കുറിച്ചും ഉദാരവൽക്കരണത്തെക്കുറിച്ചും പറയുന്നു. ലിബറലൈസേഷന്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കളായ ഇപ്പോൾ മാസപ്പടി വാങ്ങിക്കൊണ്ടിരിക്കുന്ന ആളുകൾ ആഗോളവൽക്കരണത്തെക്കുറിച്ചൊക്കെ പറയുന്ന കേവലം ക്ലീശേ പ്രയോഗങ്ങൾ മാത്രമാണ്. കുഞ്ഞിക്കണ്ണൻ സഖാവേ, നിങ്ങൾക്കത് പറയാനുള്ള ധാർമ്മികതയില്ല. ദയവായി കേരള നവോത്ഥാനത്തിന്റെ അട്ടിപ്പേരവകാശം എടുക്കരുത്. അത് ഈ നാട് ജന്മം കൊടുത്ത മഹത്തായ പ്രസ്ഥാനങ്ങളുടെയും ദേശീയ പ്രസ്ഥാനത്തിന്റെയും അതോടൊപ്പമുള്ള മനുഷ്യരുടേതുമാണ്. നിങ്ങൾക്കും അവകാശമുണ്ട്. പുന്നപ്രയിലും വയലാറിലും ഒക്കെ മരിച്ചു വീണ പാവപ്പെട്ടവരുണ്ട്, ഞാൻ നിഷേധിക്കുന്നില്ല. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് അതിൽ അവകാശമുണ്ട്. ആ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ പിന്തുണക്കാരാണോ നിങ്ങൾ? നിങ്ങൾ സഖാവ് മുതലാളിമാരാണ്.
പ്രൊഫസർ എം എൻ വിജയൻ പറഞ്ഞതുപോലെ വിയർപ്പിന്റെ അസുഖം ഉള്ള സഖാവ് മുതലാളിമാരാണ് നിങ്ങളുടെ പാർട്ടിയെ നയിക്കുന്നത്. സഖാവ് മുതലാളിമാരുടെ ഒരു പാർട്ടിക്ക് കേരള നവോത്ഥാനത്തിന്റെ അവകാശത്തെക്കുറിച്ച് പറയാൻ അവകാശമില്ല. കേരള നവോത്ഥാനത്തെക്കുറിച്ച് സംസാരിക്കാൻ പോലും അവകാശമില്ല. അത് പാവപ്പെട്ട പഴയ കമ്മ്യൂണിസ്റ്റുകളുടെ ഒരു പങ്ക് ഞാൻ അംഗീകരിച്ചിരിക്കുന്നു. അതല്ല ഈ പാർട്ടി. ഇത് സഖാവ് മുതലാളിമാരുടെ പാർട്ടിയാണ്. ശരി, ഓക്കെ, അതാണ് കോൺഗ്രസിന്റെ CPM-ന്റെ. പക്ഷെ നമ്മൾ പഴയ വിഷയങ്ങളിലേക്കൊന്നും പോകണ്ട. നമുക്ക് ഇപ്പോഴത്തെ നിലയിൽ യുവരാജ് നോക്കുമ്പോൾ നവകേരള സദസ്സ് 140 മണ്ഡലങ്ങൾ പൂർത്തീകരിച്ചു. മുഖ്യമന്ത്രി പ്രസംഗിച്ചു, മന്ത്രിമാർ പ്രസംഗിച്ചു, പ്രഭാത വേളയിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഇന്ററാക്ഷൻസ് നടന്നു. ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് നമ്മൾ പോവാണ്. ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ നിയമസഭാ മണ്ഡലം തലത്തിൽ തന്നെ എണ്ണയിട്ട യന്ത്രമായി സംഘടനയെ ചലിപ്പിക്കുക, മൊബിലൈസ് ചെയ്യുക ആളുകളെ എന്ന കാര്യം അവിടെ നടന്നു. പിന്നെ ഒരു കമ്മ്യൂണിക്കേഷനും പ്രസംഗം എത്ര ആൾ കേട്ട് അതുപോലെ ബോധ്യപ്പെട്ടു തുടങ്ങിയതൊന്നും നമുക്കിപ്പോൾ ഇവിടെ നിന്ന് ജഡ്ജ് ചെയ്യാൻ കഴിയില്ലെങ്കിൽ പോലും ആ നിലയിലുള്ള ഒരു ക്യാമ്പയിൻ പർപ്പസ് അവിടെ നിർവഹിക്കപ്പെട്ടു എന്ന കാര്യത്തെ വിസ്മരിക്കാൻ കഴിയില്ലല്ലോ. അല്ല അഭിലാഷ്, ഒരു കാര്യത്തിന് മാത്രം മറുപടി പറഞ്ഞിട്ട് ഞാൻ അതിലേക്ക് വരാം. അദ്ദേഹം ചോദിച്ചു കേരളം 1600 രൂപയാണ് പെൻഷൻ കൊടുക്കുന്നത്, അതിന് മുകളിലേക്ക് ആരാണ് പെൻഷൻ കൊടുക്കുന്നതെന്ന് ചോദിച്ചു. ഏത് സംസ്ഥാനം? അദ്ദേഹം ദേശാഭിമാനി മാത്രം വായിക്കുന്നതിൻ്റെ പ്രശ്നമായിരിക്കും. ഹരിയാനയിൽ 3000 രൂപയാണ് സീനിയർ സിറ്റിസൺസിന് പെൻഷൻ കൊടുക്കുന്നത്. അത് മുടങ്ങാതെ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ പേരിൽ ആരും കോടതിയിൽ കേസിന് പോകേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ല എന്ന് അങ്ങേ വിനീതമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, തീർച്ചയായിട്ടും അഭിലാഷ് പറഞ്ഞത് ശരി തന്നെയാണ്. ഒക്ടോബർ 11, 2023 ഹിന്ദുസ്ഥാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്ത വാർത്തയുണ്ട്. സാറ് വേണമെങ്കിൽ വെറുതെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ തന്നെ സാറിന് മുന്നിലേക്ക് വരും. 2750 രൂപ അതുവരെ കൊടുക്കുന്നുണ്ടായിരുന്നു. അത് 3000 രൂപയിലേക്ക് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. താങ്കൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. താങ്കൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ശരി, അപ്പോ ബാക്കി അതായത് ഞാനും പറഞ്ഞു വന്നത് തന്നെയാണ്. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ നവകേരള സദസ്സ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ കാസർഗോഡ് നിന്ന് തുടങ്ങിയപ്പോൾ എന്ത് പർപ്പസിനാണോ തുടങ്ങിയത് ആ പർപ്പസിനല്ല ഇവർ തീർന്നത് എന്നുള്ളതാണ് പൊതുജനങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. ഇത് തീർത്തും അവരുടെ രാഷ്ട്രീയമായ പ്രചരണ വേദിയാക്കി മാത്രം അതിനെ അധംപതിപ്പിക്കുന്ന സാഹചര്യത്തിലേക്കാണ് നവകേരള സദസ്സിനെ കൊണ്ടുവന്നിരിക്കുന്നത്. രാഷ്ട്രീയമായ പ്രചരണം CPM നടത്തുന്നതിനോ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ യാത്ര നടത്തുന്നതിനോ രാഷ്ട്രീയമായിട്ട് ആർക്കും യാതൊരു തരത്തിലുള്ള എതിർപ്പുമില്ല. പക്ഷേ അത് ഗവൺമെൻറ് മിഷനറി ഉപയോഗിച്ച് സ്റ്റേറ്റിൻ്റെ പൈസ ഉപയോഗിച്ച് ആ ഫെസിലിറ്റികൾ മുഴുവൻ ദുരുപയോഗം ചെയ്തുകൊണ്ട് നടത്തുകയും ഞങ്ങൾ ജനങ്ങളുമായി നേരിട്ട് സംവദിക്കുവാനാണ് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നതെന്ന് പറയുകയും ചെയ്തതിന് ശേഷം ഇത് CPM-ന്റെ ഒരു ഫണ്ട് റൈസിങ് പ്രോജക്റ്റ് കൂടെ ആയിട്ട് മാറ്റിയെടുത്താണ് പ്രശ്നം വരുന്നത്. ഈ രാവിലെ നടന്നിരിക്കുന്ന പ്രഭാത ഭക്ഷണം, ആ പ്രഭാത ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ലളിത ജീവിതത്തിൻ്റെ അപ്പോസ്തലന്മാരെന്നാണ് പറയുന്നത്. പക്ഷേ ആ തീന്മേശ നമ്മളൊന്ന് നോക്കണം. ഏതോ 5 സ്റ്റാർ ഹോട്ടലിൻ്റെ മെനു പോലെയാണ് അവരുടെ മുമ്പിലിരിക്കുന്ന പാൽക്കഞ്ഞി ഒഴിച്ചു വെച്ചിരിക്കുന്ന കശുവണ്ടിയൊക്കെ ഇട്ടിട്ട് അവർ വിളിച്ച് കൂട്ടി ആൾക്കാരെ സംസ്ഥാനത്തെ പൗരപ്രമുഖരെന്ന് പേരിട്ടതിന് ശേഷം സംസ്ഥാനത്തെ ഒരു കൂട്ടം ധനികരെ വിളിച്ചു വരുത്തുകയും അവരെ കൂട്ടിയിരുത്തുകയും അവരോട് ഇന്ററാക്ട് ചെയ്യുകയും അവരിൽ നിന്ന് പൈസ റേസ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഒരു പ്രോസസ്സ് മാത്രമാണ് നടന്നിരിക്കുന്നത്. ആ പ്രോസസ്സ് ഇപ്പോൾ കേരളീയം മുതൽ തുടങ്ങി വരുന്ന ഒന്നാണിത്. കേരളീയത്തിൽ എന്താ സംഭവിച്ചിരിക്കുന്നത്? കേരളീയം കൊണ്ട് സമൂഹത്തിന് എന്താണ് എന്താണ് കേരളത്തിന് പ്രയോജനം ഉണ്ടായിരിക്കുന്നത്? കുറെ കാലമായിട്ട് ലോക കേരള സഭ നടക്കുന്നുണ്ട്. ഈ ലോക കേരള സഭയുടെ ഔട്ട്കം എന്താണ്? അതുകൊണ്ട് കേരള സമൂഹത്തിന് അല്ലെങ്കിൽ കേരള സംസ്ഥാനത്തിന് എന്ത് തരത്തിലുള്ള പുരോഗതിയാണ് ഉണ്ടായിട്ടുള്ളത്? അതുകൊണ്ട് എന്താണ് നമുക്ക് പ്രയോജനം ഉണ്ടായിട്ടുള്ളത്? ഇവിടെ തൊഴിലവസരങ്ങൾ ഉണ്ടായോ? വ്യവസായങ്ങൾ വന്നോ? അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംഭവിച്ചോ? ഒന്നും സംഭവിച്ചിട്ടില്ല. നമ്മൾ എല്ലാ കാലഘട്ടത്തിലും ഈ നീതി ആയോഗിന്റെ റേറ്റിംഗിൽ നമ്മൾ 1ാം സ്ഥാനം. അത് 2016 പിണറായി വിജയൻ വരുന്നതിന് മുമ്പ് അതിന് മുമ്പേ ഉള്ളതാണ്. അപ്പോൾ അത് പറഞ്ഞ് നമ്മൾ കോൾമേർ കൊണ്ട് ഇരിക്കുക എന്നുള്ളതല്ലാതെ മുമ്പോട്ടുള്ള പോക്കിലേക്ക് എന്ത് ഗുണപരമായ മാറ്റമാണ് ഈ സാധനം കൊണ്ട് ഉണ്ടായിരിക്കുന്നതെന്ന് ഒരു തരത്തിലും മഷിയിട്ട് നോക്കിയിട്ട് പോലും നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയുന്ന സാഹചര്യം അല്ല ഉള്ളത്. ശരി, വളരെ പെട്ടെന്ന് ശ്രീ KT കുഞ്ഞിക്കണ്ണൻ അതിനോടുള്ള ഒരു പ്രതികരണം എനിക്ക് ഇടവേളയിലേക്ക് പോകണം, അതുകൊണ്ടാണ്. ഇദ്ദേഹം പറയുന്നത് ഹരിയാനയിൽ 3000 രൂപ പെൻഷൻ കൊടുക്കുന്നുണ്ടെന്നാണ് വയോജനങ്ങൾക്ക്. എൻ്റെ അറിവിലല്ല, ഞാൻ നീതി ആയോഗിൻ്റെയൊക്കെ കണക്കുകൾ പരിശോധിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. എൻ്റെ അറിവിൽ ഇന്ത്യയിൽ ഡൽഹി, ഗോവ, കേരളം ഈ സംസ്ഥാനങ്ങളിൽ ഹിന്ദുസ്ഥാൻ ടൈംസ് വാർത്തയിൽ അത് ഡൽഹിയിലെ ഗോവയിലുമൊക്കെ എന്താണ് 80 വയസ്സ് കഴിഞ്ഞ വയോജനങ്ങൾക്കുള്ള പെൻഷനിലാണ് കേന്ദ്ര സർക്കാരിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും വിഹിതം. അല്ല, താങ്കൾ ഇത് വാഗൊണ്ട് പറയുന്നത് കൊണ്ടായില്ല സാർ. ഞാൻ പറയുന്നത് വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. 1600 രൂപ പെൻഷൻ കൊടുക്കുന്നില്ല. വാർത്ത 1600 കൊടുക്കുന്നില്ല. 2750 കൊടുത്തിരുന്നു. അത് ഒക്ടോബർ 11, 2023 അത് 3000 വർദ്ധിപ്പിച്ചു. ഞാൻ ഔദ്യോഗിക രേഖകൾ ഒന്നും കണ്ടിട്ടില്ല.
ഇന്ത്യയിൽ സോഷ്യൽ സെക്യൂരിറ്റി അസിസ്റ്റൻസ് സ്കീം പ്രകാരം 1000 രൂപ പെൻഷൻ കിട്ടുന്നത് ഡൽഹിയിലും ഗോവയിലും കേരളത്തിലുമാണ്. അത് യുപിയിലും കൊടുക്കുന്നുണ്ട് സാർ, ഡൽഹിയിലും എന്താണ് 80 വയസ്സ് കഴിഞ്ഞ വയോജനങ്ങൾക്കാണ് 1000 രൂപ കിട്ടുന്നത്. അത് കേന്ദ്ര സംസ്ഥാന യുപിയിലൊന്നും ഒരു ചുക്ക് നടക്കുന്നില്ല. കൊടുക്കുന്നുണ്ട് വാചകമടിക്കണ്ട. മലയാളികൾ ഈ മലയാളികൾക്ക് ഗൂഗിൾ എന്ന് പറയുന്ന ഒരു സാധനം ഉപയോഗിക്കാൻ അറിയാം സാർ. പഴയ കാലമല്ല, ദേശാഭിമാനി പത്രം മാത്രമല്ല സാർ അവർ വായിക്കുന്നത്. നമ്മുടെ വിഷയം എല്ലാം അറിയാം. ദേശാഭിമാനി ജന്മഭൂമി വായിക്കുന്നവരല്ല മലയാളികൾ. അല്ല, ജന്മഭൂമി മാത്രം വായിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല. ഇത്തരം വിഷയങ്ങളിലൊക്കെ ഇനി ജനങ്ങൾക്ക്, കേൾക്കുന്ന ആളുകൾക്ക് അവരുടേതായ ഒരു പരിശോധനയും നടത്താം. എന്തായാലും ഞാൻ ഹരിയാനയിലെ പഠനം നടത്തിയിട്ടില്ല, അത് പരിശോധിക്കാം. നമുക്കിപ്പോൾ ചർച്ച അവസാന ഘട്ടത്തിലാണ്. ശ്രീ എം ലിജു, എന്തായാലും നവകേരള സദസ്സ് കഴിഞ്ഞു. DGP ഓഫീസ് മാർച്ചിന്റെ പേരിൽ കെ സുധാകരൻ, രമേശ് ചെന്നിത്തല, VD സതീശൻ തുടങ്ങി ശശി തരൂർ അടക്കമുള്ള നേതാക്കൾക്കെതിരെ ഗുരുതര സ്വഭാവത്തിലുള്ള കേസുകളുണ്ട്. നിങ്ങൾ പ്രിവിലേജ് മോഷൻ മൂവ് ചെയ്യാൻ പോകുന്നു ലോക്സഭയിലും അതുപോലെ തന്നെ നിയമസഭയിലുമൊക്കെ. എന്തായാലും ഇനി മഴ പെയ്തു കഴിഞ്ഞാലും മരം പെയ്യും എന്നുള്ളത് ഉറപ്പാണ്. ഗ്രാസ് റൂട്ട് ലെവലിൽ ജനങ്ങൾക്ക് എന്തുമാത്രം കാര്യങ്ങൾ നിങ്ങൾക്ക് രണ്ടു കൂട്ടർക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണല്ലോ ഇതിൽ പ്രധാനം. ആ കാര്യത്തിൽ കോൺഗ്രസിന് കോൺഫിഡൻസ് ഉണ്ടോ? തീർച്ചയായിട്ടും അഭിലാഷ്, ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞത് ഈ ഗവൺമെന്റിന്റെ ദൂരത്തിനെ കുറിച്ച്, ഇവർ ക്ഷേമ പെൻഷനുകൾ കൊടുക്കാതിരിക്കുന്നതിനെ കുറിച്ച്, ഇവർ ലൈഫ് വീട് പദ്ധതി ഉൾപ്പെടെ ഫ്രീസ് ചെയ്യപ്പെട്ടിരിക്കുന്നതിനെ കുറിച്ച്, ഇവരുടെ അഴിമതിയെക്കുറിച്ച്, ഇവരുടെ ഏകാധിപത്യ സ്വഭാവത്തെക്കുറിച്ച്, ഇവരുടെ ജനാധിപത്യ വിരുദ്ധതയെക്കുറിച്ച് ഞങ്ങൾ പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞെല്ലാം ശരിയാണെന്ന് ഇവർ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു പോലീസ് ഫോഴ്സ്, അവരുടെ മൊറയിൽ എന്താണ്? അവരിന്ന് കൂലി തല്ലുകാരായി മാറി. ഇവരുടെ ഗുണ്ടകൾ ഈ നാട് ഭരിക്കുന്നു. ഡിവൈഎഫ്ഐക്കാരൻ ഈ പണ്ട് സിംഗൂരിലും നന്ദിഗ്രാമിലൊക്കെ ചെയ്തതുപോലെ മോട്ടോർ ബൈക്കുകളിലെ ഗുണ്ടാ സംഘങ്ങൾ ഈ നാടിനെ കീഴടക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് ജീവനരക്ഷാ സേന ഇവരുടെ മുഖ്യമന്ത്രി പേരിട്ടിരിക്കുന്നു. കെ സുധാകരനെ ഉൾപ്പെടെയുള്ള ആളുകളെ ഇവർ കൊല്ലാൻ ശ്രമിച്ചതാണ്. അദ്ദേഹത്തിന് അസുഖബാധിതനായിരുന്ന അദ്ദേഹം ഉൾപ്പെടെ നിൽക്കുന്ന വേദിയിലേക്ക് 18 ഗ്രനേഡുകൾ പ്രയോഗിച്ചു. MP-മാർ ഒരു മുന്നറിയിപ്പ് പോലും നൽകാതെയാണ് ആ വേദിയെ ആക്രമിച്ചത്. തീർച്ചയായിട്ടും ഇന്ത്യൻ സ്പീക്കർക്ക് മുമ്പാകെ പാർലമെന്റിൽ പ്രിവിലേജ് മോഷൻ ശ്രീ ശശി തരൂർ ഉൾപ്പെടെയുള്ളവർ മൂവ് ചെയ്യുന്നുണ്ട്. ഇന്ത്യൻ പാർലമെന്റിന്റെ സ്ഥിതി നമുക്കറിയാം. പക്ഷെ എന്നാൽ പോലും MP-മാരുടെ അവകാശം എന്ന നിലയിൽ അത് പ്രിവിലേജ് മോഷൻ മൂവ് ചെയ്യുന്നുണ്ട്. കേരള നിയമസഭയിൽ മൂവ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെടുകയാണ്. കാരണം ഇത് നമ്മൾ കാണുകയല്ലേ, പ്രതിപക്ഷ നേതാവ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ 18ഓളം ഗ്രനേഡുകൾ ഹർലി ചെയ്യുക. ഞങ്ങളെല്ലാം അത് അനുഭവിച്ചതാണ്. ശ്വാസം മുട്ടി കണ്ണുനീറി എത്രയോ മനുഷ്യർ അവിടെ വീണു. നിങ്ങളുടെ മാധ്യമപ്രവർത്തകർ അഭിലാഷം ഒന്ന് അന്വേഷിച്ച് നോക്കണം. മാധ്യമപ്രവർത്തകർ എത്ര പേർ അവിടെ ബോധം ശൂന്യരായി വീണു എന്ന് അന്വേഷിച്ച് നോക്കണം. ഏറ്റവും ഹെവി ഡോസ് കെമിക്കലാണ് പ്രയോഗിച്ചത്. നിങ്ങൾ കാണുന്ന നിങ്ങളുടെ മാധ്യമപ്രവർത്തകർ വിനീത എന്ന് പറഞ്ഞ ഒരു റിപ്പോർട്ടർ, അവർക്കെതിരെ എടുത്തിരിക്കുന്ന കള്ളക്കേസ് കണ്ടില്ലേ? 308 പെടുത്തിയിരിക്കുക. ഷൂ എറിഞ്ഞു എന്നൊരു കേസിൽ ഒരു മാധ്യമപ്രവർത്തകയെ ഫോൺ ചെയ്ത് എന്നതിന്റെ പേരിൽ അവരെ 308 കേസിൽ പ്രതിയാക്കിയിരിക്കുകയാണ്. മാധ്യമപ്രവർത്തകരെ നാഴേക്ക് 40 വട്ടം വിളിക്കുന്ന ഈ മാർക്സിസ്റ്റുകാരാണ്. കാരണം പിണറായി വിജയന്റെ നിയന്ത്രണത്തിലാണ് ഇതെല്ലാം. എനിക്ക് ബഹുമാനായ ശ്രീ കുഞ്ഞിക്കണ്ണനോട് ഒരു കാര്യത്തിൽ ഒരു അല്പം ബഹുമാനമുണ്ട്. അദ്ദേഹം പറയുന്നു വ്യക്തിപൂജ ഞങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ ഭാഗമല്ല എന്ന് പറയാനുള്ളൊരു ധൈര്യം അദ്ദേഹം കാണിച്ചു. പഴയ നക്സലേറ്റിന് ഒരു ധൈര്യമാണ്. പക്ഷെ അത് ഒരു മന്ത്രിക്കും ഇല്ല. ഒരു വാസവനും ഒരു സജി ചെറിയാനും ഒരു MP രാജേഷിന് പോലും നഷ്ടപ്പെട്ടിരിക്കുന്നുള്ളതാണ് നമ്മുടെ വിഷയം. കേരളത്തിൽ ഇവരുന്ന് വ്യക്തിപൂജ നടക്കുകയാണ്. ഒരു മന്ത്രി പറയുകയാണ് ഈ പാവന പുരുഷൻ, ഈ ദൈവപുത്രൻ കാല് പൊടുക്കുന്ന ഈ ഭൂമി പുണ്യഭൂമിയാണെന്ന് പറഞ്ഞു. എന്തൊരു നാണക്കേടാണ്, എന്തൊരു നാണക്കേടാണിത്. ഒരു വ്യക്തിപൂജയുമായി നടക്കുന്ന മാർക്സിസ്റ്റ് മന്ത്രി പുങ്കവന്മാർ, നാണക്കേടാണിത്. ശരി ശ്രീ കെ ടി കുഞ്ഞുകണ്ണൻ, നമുക്ക് അവസാനിപ്പിക്കാം. ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട് എന്നൊരു കാര്യം കൂടി ഏറ്റവും ഒടുവിലായിട്ടുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് തത്സമയം ടെലിവിഷനിലൂടെയും സോഷ്യൽ മീഡിയയിലെയും ഒക്കെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ മന്ത്രിമാരുടെ വാക്കുകൾ, പ്രസംഗങ്ങൾ, ഇടയ്ക്ക് നടക്കുന്ന സംഭവ വികാസങ്ങൾ, അടി, കുത്ത്, ഹെൽമെറ്റ് വെച്ചുള്ള പ്രഹരം, ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് ബുദ്ധിമുട്ടാക്കുമോ? അതാണ് ഞങ്ങളുടെ ഒരു സാധ്യത. ഈ സാമൂഹ്യ മാധ്യമങ്ങളും അതേപോലെ തന്നെ നിങ്ങളുടെ വിഷ്വൽ മീഡിയ ഒക്കെ തന്നെ കേരളത്തിലെ ജനങ്ങൾക്ക് മുമ്പിൽ ഈ ദൃശ്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. എന്താ തിരുവനന്തപുരത്ത് നടന്നത്? ഇവിടെ ലിജു വളരെ വികാരപരമായിട്ട് പറയുകയാണല്ലോ, ഞങ്ങൾ ഉൾപ്പെടെയുള്ള ആൾക്കാരെ ഈ ഭയങ്കരമായിട്ട് ഗ്യാസ് ഇതിൽ പെട്ടു, മറ്റേ ടിയർ ഗ്യാസിൽ പെട്ടു എന്നൊക്കെ. എന്താ സംഭവിച്ചത് ലിജു? KPCC പ്രസിഡന്റ് പ്രസംഗിച്ചതിന് ശേഷം കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രസംഗിക്കുമല്ലേ സുധാകരൻ ഏർപ്പാട് ചെയ്ത ആൾക്കാർ പട്ടിക കഷ്ണം ഏറി തുടങ്ങിയത് പോലീസിനെതിരായിട്ട് കുഴപ്പങ്ങൾ ബോധപൂർവ്വം ഉണ്ടാക്കാനുള്ള അക്രമ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. അതിനെ തുടർന്നല്ലേ പിന്നീട് പോലീസ് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ടിയർ ഗ്യാസ് പ്രയോഗം ഉൾപ്പെടെ നടത്തിയത്. അപ്പോൾ നിങ്ങൾ ഗുണ്ടകളെ കൊണ്ടുവരിക, അതും സുധാകരൻ്റെ ക്രിമിനൽ സംഘങ്ങളെ കൊണ്ടുവരിക, എന്നിട്ട് കുഴപ്പങ്ങളുണ്ടാക്കുക. സുധാകരൻ പ്രസംഗിച്ച് കഴിഞ്ഞതിന് ശേഷം എന്താ സതീശനും കൂടി പ്രസംഗിക്കട്ടെ, എന്നിട്ട് പട്ടിക കഷ്ണം എറിയാം എന്ന് എന്തുകൊണ്ട് നിങ്ങൾ ചിന്തിച്ചില്ല? അപ്പം നിങ്ങൾ വളരെ പ്ലാന്റാണ് കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ. ആ പ്ലാന്റായ നിങ്ങളുടെ ആസൂത്രിതമായ ഈ കുഴപ്പം എന്തായാലും എല്ലാം ജനങ്ങൾ
കാണട്ടെ, ജനം വിലയിരുത്തട്ടെ എന്ന പോയിന്റിൽ നമുക്ക് അവസാനിപ്പിക്കാൻ. വളരെ നന്ദി ശ്രീ KT, ശ്രീ ലിജു, ശ്രീ യുവരാജ് ചർച്ചയിൽ പങ്കെടുത്തതിന്. സൂപ്പർ പ്രണ്ടേ അവസാനിക്കുന്നു. നമസ്കാരം.